നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ ചാങ് മോ പറഞ്ഞ ആ ദ്വീപിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ആ കാറിന്റെ പുറകിൽ മറ്റൊരു കാറിൽ സാക്ഷാൽ ഗ്രാനി ക്വിനും അവളുടെ സംഘങ്ങളുണ്ട്. മാർക്ക് ഫെല്ലറുടെ കാറിനെ ഫോളോ ചെയ്യുന്ന ഗ്രാനി ക്വിനിന്റെ കാറിലിരിക്കുന്ന ഒരു പർപ്പിൾ ഡ്രസ്സുകാരൻ ഗ്രാനി ക്വിനോട് ചോദിച്ചു, ഗ്രാനി ക്വിൻ, നമ്മള് മാർക്കിനെ കൊല്ലാൻ പോവുകയാണോ? കൊല്ലൊന്നും വേണ്ട, അവനെ ശരിക്കും പരിക്കേൽപ്പിച്ചാൽ മതി. അവനെ കൊല്ലാൻ പറ്റില്ല. അവനുമായിട്ട് എനിക്കൊരു കരാറുണ്ട്. ആ കരാറ് വരെ അവൻ ജീവിച്ചിരുന്നേ പറ്റൂ. അവന്റെ കൈയും കാലും അടിച്ചൊടിച്ചാൽ മതി. അത്രയെങ്കിലും അവന് കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ഗ്രാനി ക്വിൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം അവരുടെ കൂടെയുള്ള സംഘങ്ങൾക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ കാറ് ആ ഗ്രീൻ ഐലൻഡ് ലക്ഷ്യമാക്കി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കിന്റെ കാറ് ആ ദ്വീപിന് സമീപമെത്തി. ശരിക്കും വൻകരയിൽ നിന്ന് ദ്വീപിലേക്ക് ഒരു പാലവും ഉണ്ട്. ആ പാലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കാറ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടി വരും. മാർക്ക് ഫെല്ലർ ആ ടാക്സി വിട്ടതിന് ശേഷം പാലത്തിലൂടെ നടന്ന് ആ ഐലൻഡിലെത്തി. ശരിക്കും അതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പുള്ള ഐലൻഡാണ്. ആ ഐലൻഡിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒത്തിരിയേറെ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ഐലൻഡിന്റെ അടിഭാഗത്ത് അണ്ടർ വാട്ടർ ടണലൊക്കെ ഉണ്ട്. ആ ടണലിൽ യാത്ര ചെയ്യാനുള്ള അവസരം അവിടെ വരുന്ന ആൾക്കാർക്കുണ്ടാവും. അവർക്ക് ആ ടണലിൽ വെച്ച് വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങളെയും മറ്റ് സംവിധാനങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ പ്രൈവറ്റ് ഐലൻഡിലേക്ക് വരാൻ സൈലർക്കും വലിയ താല്പര്യമാണ്. മാർക്ക് ഫെല്ലർ ആ പാലത്തിലൂടെ നടന്ന് ആ ഐലൻഡിലെ പ്രധാന ബിൽഡിങ്ങിന്റെ ഗേറ്റിന് മുന്നിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു കാവൽക്കാരൻ മാർക്കിനെ തടഞ്ഞു. ആ സെക്യൂരിറ്റി ഗാർഡ് മാർക്കിനോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പാസ് ഉണ്ടോ? ഇല്ല സുഹൃത്തെ, ഇതൊരു പ്രൈവറ്റ് ഐലൻഡാണ്. ഇവിടെ പാസ് ഉള്ളവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ ആ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് എന്നെ മിസ്റ്റർ ചാങ് മോ വിളിച്ചതുകൊണ്ടാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ സെക്യൂരിറ്റി ഗാർഡ് മാർക്കിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ മാർക്ക് ഫെല്ലർ അല്ലേ? അതെ, ഞാൻ മാർക്ക് ഫെല്ലറാണ്. അയ്യോ, നിങ്ങളെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അറിയാവോ. ശരിക്കും നിങ്ങളുടെ വാർത്തകൾ ഞാൻ എല്ലാ ദിവസവും ആ മാർഷൽ സ്പോർത്തി വായിക്കും. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ശരിക്കും എന്നെ വല്ലാതെ ആവേശഭരിതനാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ, സാധാരണക്കാർ, ഒരിക്കലും ഇവരെപ്പോലുള്ള ആളുകളോട് ഏറ്റുമുട്ടുള്ള കപ്പാസിറ്റി നേടാൻ പറ്റാത്തവരാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സത്യത്തിൽ മാർക്ക് ഫെല്ലർ നിങ്ങളൊരു വല്ലാത്ത ആവേശമാണ്. നമുക്കെന്നും സ്വപ്നത്തിൽ പോലും ഈ ന്യൂസ് അവസ്ഥയിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളോട് ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അവരെയല്ലേ നിങ്ങൾ തോൽപ്പിച്ചത്? ആ ഹാൻ കുടുംബത്തിന്റെ വിൽമൗണ്ടിനെ നിങ്ങൾ ഇടിച്ച് പഞ്ചറാക്കിയ വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ എന്റെ രോമങ്ങൾ ഇങ്ങനെ എണീറ്റ് വന്നു. ആ സെക്യൂരിറ്റി ഗാർഡ് മാർക്ക് ഫെല്ലറുടെ എല്ലാ കഥകളും വായിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്ന കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്കിന്റെ കഥകൾ മാർക്കിനോട് തന്നെ പറയാൻ അവൻ വല്ലാത്തൊരു ഉത്സാഹം. ശരിക്കും ആവേശത്തിൽ സംസാരിക്കുന്ന അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഞാൻ മാർക്ക് ട്രീറ്റ് ചെയ്യാം. അത് വേണ്ട, ട്രീറ്റ് എൻ്റെ വകയാകാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് മിസ്റ്റർ ചാങ് മോയെ ഒന്ന് കാണണം. കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ സംസാരിക്കാം. ഉറപ്പായും ഞാൻ നിങ്ങൾക്കൊരു ട്രീറ്റ് നൽകും. അതുകൂടെ കേട്ടപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡിന്റെ സന്തോഷത്തിന് അതിരുകളില്ലാതെ തന്നെ പറയാം. അവന്റെ ആരാധ്യ പുരുഷനായ മാർക്ക് ഫെല്ലർ അവനിതാ ഒരു ട്രീറ്റ് കൊടുക്കാൻ പോവുകയാണ്. സന്തോഷത്തിൽ മതിമറന്ന ആ സെക്യൂരിറ്റി ഗാർഡ് മാർക്കിനെ അകത്തേക്ക് കയറ്റി വിട്ടു. മാർക്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു പോകുമ്പോൾ അവന്റെ മുഖത്ത് ശരിക്കും സന്തോഷം അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ ബിൽഡിങ്ങിനകത്ത് കടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു മേശയുടെ അടുത്ത് ഒറ്റയ്ക്കിരിക്കുകയാണ് സാക്ഷൽ ചാങ് മോ. ചാങ് മോയുടെ മുന്നിൽ ഒരു വൈൻ ഗ്ലാസ് ഉണ്ട്. മാർക്ക് ഫെല്ലറെ കണ്ടതും ചാങ് മോ ചിരിച്ചുകൊണ്ട് മാർക്കിനെ ആ ടേബിളിനടുത്തേക്ക് വിളിച്ചു. മാർക്ക് ചാങ് മോയുടെ അടുത്തിരുന്നു. എന്താ മാർക്ക് എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത്? മുഖവരയ്ക്ക് ഒന്നും അവസരം കൊടുക്കാതെ ചാങ് മോ ഡയറക്റ്റ് ആയിട്ട് വിഷയത്തിലേക്ക് അങ്ങ് കടന്നതാണ്. അത് കേട്ടതും മാർക്ക് ചാങ് മോയോട് പറഞ്ഞു, യങ് മാസ്റ്റർ ചാങ്, എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേറെ മാർഗമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. മാർക്ക് കാര്യം പറ. മിസ്റ്റർ ചാങ്, എനിക്ക് കുറച്ച് ആളുകളെ കിട്ടിയേ പറ്റൂ. മാർക്ക് ഈ കാര്യം എൻ്റെ അച്ഛനോട് സംസാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മറുപടി നൽകിയതല്ലേ? മാർക്കിന് അറിയാമല്ലോ, ഈ 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് ഭൂമിയിൽ അങ്ങനെ പൊങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹെർബ്സ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വരും. അവരുമായി ഒരു ഫൈറ്റ് ഉണ്ടാകും. ആ ഫൈറ്റിൽ ഞങ്ങളുടെ ചാങ് കുടുംബം എന്തായാലും ഇൻവോൾവ് അല്ല. ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ മാർക്കിന് നൽകിയാൽ നടക്കാൻ പോകുന്ന ഫൈറ്റിൽ അവർക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? ചാങ് മോയും ചാങ് ഷെങ്ങും ശരിക്കും അവരുടെ കൂടെയുള്ള ആളുകളുടെ
ലൈഫിനെ കുറിച്ച് വല്ലാതെ ബോധേടാണ്. അനാവശ്യമായ ഒരു കാര്യത്തിനും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ഒരു ചെടിക്ക് വേണ്ടി നടക്കാൻ പോകുന്ന ആ ഫൈറ്റിൽ ടാങ് കുടുംബത്തിലെ ആളുകൾ വെറുതെ ജീവൻ വെല്ലുവിളിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായ ഒരു ധാരണ ടാങ് ഷെങ്ങിനും അതുപോലെ ടാങ് മോയ്ക്കുമുണ്ട്. ടാങ് ഷെങ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെ ടാങ് മോയും മാർക്കിനോട് പങ്കുവച്ചു. മാർക്ക് വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞങ്ങളുടെ ആളുകളുടെ ജീവൻ വെറുതെ കളയാൻ ഞങ്ങൾ ഒരുക്കമല്ല. അങ്ങനെ ടാങ് മോ പറയുന്ന ആ സമയത്ത് ബിൽഡിങ്ങിന് പുറത്ത് സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് സഷൽ ഗ്രാനി ക്വിൻ എത്തിക്കഴിഞ്ഞു. ഗ്രാനി ക്വിൻ ആ സെക്യൂരിറ്റി ഗാർഡിനോട് അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞതും ആ സെക്യൂരിറ്റി ഗാർഡ് ഗ്രാനി ക്വിനോട് മാർക്കിനോട് ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു. ഹലോ മാഡം, എവിടെയാണ് നിങ്ങളുടെ കാർഡ്? അതെ മാഡം, ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ ഇൻവിറ്റേഷൻ വേണം. അതുണ്ടെങ്കിലേ കടക്കാൻ പറ്റൂ. ഇൻവിറ്റേഷനോ? എനിക്കും. അങ്ങനെ ചോദിച്ചിട്ട് ഗ്രാനി ക്വിൻ ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, ഏയ്, നീ നിന്നെ തടി കേടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ കയറ്റി വിട്. നല്ല പ്രായമുള്ള ഒരു സ്ത്രീ വലിയ അധികാരഭാവത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ആ വാതിലിന് കുറുകെ കയറി നിന്നിട്ട് ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് നോക്ക, ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. നിങ്ങളുടെ കയ്യിൽ അകത്തേക്ക് കടക്കാനുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ അകത്തേക്ക് വിടാം. അതില്ലെങ്കിൽ നിങ്ങളെ ഒരു കാരണവശാലും അകത്തേക്ക് വിടാൻ പറ്റില്ല. ആ സെക്യൂരിറ്റി ഗാർഡ് അയാളുടെ അഭിപ്രായം വ്യക്തമാക്കിയതും ഗ്രാനി ക്വിൻ കൂളായിട്ട് കൈ നിവർത്തി ഒരു അറ്റിയാടി. ആ സെക്യൂരിറ്റി ഗാർഡിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഗ്രാനി ക്വിൻ ഒരു ഉണക്ക സ്ത്രീയാണ്. ആ സ്ത്രീ കൈ ഉയർത്തി ആ സെക്യൂരിറ്റി ഗാർഡിന്റെ തലയിൽ ആഞ്ഞൊന്ന് അടിച്ചതും സെക്യൂരിറ്റി ഗാർഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. അയാളുടെ തല അങ്ങ് ചിതറി. ഒരാളെ കൊല്ലാൻ ഗ്രാനി ക്വിന് ഒരു മടിയുമില്ലെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. അതിനുശേഷം ഗ്രാനി ക്വിനും അവൾക്കൊപ്പമുള്ള സംഘാംഗങ്ങളും ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. ഈ സമയത്താണ് മാർക്ക് ഫെല്ലറും ടാങ് മോയും തമ്മിൽ സംസാരിക്കുന്നത്. ടാങ് മോ അയാളുടെ അഭിപ്രായം മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ വ്യക്തമാക്കിയപ്പോഴാണ് അകത്തേക്ക് ഗ്രാനി ക്വിൻ കടന്നു വരുന്നത്. അകത്തേക്ക് കടന്ന ഗ്രാനി ക്വിൻ മേശയ്ക്കരികിലിരിക്കുന്ന ആ രണ്ടാളുകളെയും കണ്ടു. ടാങ് മോയെ ഒന്ന് നോക്കിയതിനു ശേഷം അവർ മാർക്ക് ഫെല്ലർ നോക്കി ഉറക്കെ പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ എന്താ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഗ്രാനി ക്വിനും അവർക്കൊപ്പമുള്ള ടീം അംഗങ്ങളും നടന്ന് ആ ടേബിളിനടുത്തേക്ക് വന്നു. ഗ്രാനി, നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത് അതിന് തന്നെയാണ് ഞാനും വന്നത്. മാർക്കിന് വ്യക്തമായ മറുപടി ഉണ്ട്. മാർക്ക് ഫെല്ലർ, നീ വരാനിരിക്കുന്ന ഫൈറ്റിൽ വിജയിക്കാൻ വേണ്ടി ശക്തി നേടാനാണ് ഇവിടെ എത്തിയെന്ന് എനിക്കറിയാം. മാർക്ക്, അത് നടക്കില്ല. ഗ്രാനി വളരെ കൂളായിട്ട് ആ ഡയലോഗ് പറയുന്നത്. അത് കേട്ടതും മാർക്ക് എണീറ്റു. ഗ്രാനി, അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളല്ലേ. മാർക്ക്, നീ എന്നെയും എന്റെ കൂടെയുള്ള ആളുകളെയും വില കുറച്ച് കാണുന്നു എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഗ്രാനി പറഞ്ഞതും ഗ്രാനിയുടെ കൂടെ ഉണ്ടായിരുന്ന പർപ്പിൾ ഡ്രസ്സുകാരിൽ ഒരാൾ ഗ്രാനിയുടെ മുന്നിലേക്ക് കയറി. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ഏറ്റവും ശക്തരായ ആളുകളാണ് ഈ പർപ്പിൾ ഡ്രസ്സ് ധരിക്കുന്ന ആളുകൾ. ആ പർപ്പിൾ ഡ്രസ്സ് ധരിക്കുന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് ആജ്ഞ കൊടുക്കാനും യഥാർത്ഥത്തിൽ ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ ഷിയ ഹാങ്ങിന് പോലും അനുവാദമില്ല. അവരെ നിയന്ത്രിക്കുന്നത് ഗ്രാനി ക്വിനാണ്. ഷിയ ഹാങ്ങിന് മുകളിലാണ് ഗ്രാനി ക്വിന്റെ സ്ഥാനമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ പർപ്പിൾ ഡ്രസ്സുകാരെ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് തുള്ളിക്കുന്നത്. ഗ്രാനി ക്വിനിന്റെ മുന്നിലേക്ക് കയറിയുന്ന ആ പർപ്പിൾ ഡ്രസ്സുകാരൻ പെട്ടെന്നാണ് കൈയൊന്ന് കുടഞ്ഞത്. ആ നിമിഷത്തിൽ അവന് ചുറ്റും ഒരു ഇന്റേണൽ എനർജിയുടെ വലയമുണ്ടായി. ശരിക്കും അതിശക്തനായ ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണ് മുന്നിൽ നിൽക്കുന്ന ആ പർപ്പിൾ ഡ്രസ്സുകാരനെന്ന് അത് കണ്ടതും മാർക്ക് ഫെല്ലർക്ക് മനസ്സിലായി. മാർക്ക് ഫെല്ലറും മാർക്കിന്റെ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ്ണ നിറത്തുള്ള പ്രകാശം ഉണ്ടായി. മാർക്കിന്റെ സ്പെഷ്യാലിറ്റിയാണ് ആ സുവർണ്ണ പ്രകാശം. മാർക്ക് ഫെല്ലറും ആ പർപ്പിൾ ഡ്രസ്സുകാരനും മുഖാമുഖം അങ്ങനെ നിന്നതും ആ മുറിയിൽ അതിശക്തമായ ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. ആ നിമിഷത്തിൽ ആ പർപ്പിൾ ഡ്രസ്സുകാരൻ കൈ നിവർത്തി ഒരു അച്ചയിടി. മാർക്ക് ഫെല്ലറും തിരിച്ച് അതേ വേഗതയിൽ അതേ ശൈലിയിൽ അവന്റെ കയ്യിലേക്ക് പഞ്ച് ചെയ്തു. ശക്തരായ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകൾ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ് ശരിക്കും അവിടെ ഏറ്റുമുട്ടിയിരിക്കുന്നത്. പർപ്പിൾ ലെവലിലുള്ള ഒരു മാർക്വിസ് എന്ന് പറയുമ്പോൾ പീക്ക് ലെവൽ മാർക്വിസ് ആണല്ലോ. പീക്ക് ലെവൽ മാർക്വിസിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ വലുതാണ്. ഏഴ് ലെവൽ മാർക്വിസിൽ 4th ലെവലുകാരനായ മാർക്ക് ഫെല്ലർക്കും ഈ പീക്ക് ലെവലിലെ മാർക്വിസിന്റെ അതേ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അങ്ങനെ സ്ട്രെങ്ത് ഉള്ള മാർക്ക് ഫെല്ലറും ആ പീക്ക് ലെവലുകാരനും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയതും അതോടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി. ശരിക്കും ആ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു തീപ്പൊരി പടർന്നു എന്ന് പറയാം. അതേ നിമിഷത്തിൽ ആ ഇടി ഉണ്ടാക്കിയ തരംഗങ്ങൾ
ആ ഹാളിൽ തലങ്ങും വിലങ്ങും പായുകയാണ്. പല ഫർണിച്ചറും തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടിയേറ്റ ആ പർപ്പിൾ ഡ്രസ്സുകാരൻ 2-3 സ്റ്റെപ്പ് പുറകോട്ട് മാറി. ആ പർപ്പിൾ ഡ്രസ്സ് ധരിച്ച പീക്ക് ലെവൽ മാർക്യൂസിന്റെ ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ കൂടുതലാണ് ഏർലി ലെവലിലുള്ള മാർക്യൂസായ മാർക്ക് ഫെല്ലറുടെ സ്ട്രെങ്ത്. അതാണ് ആ കാഴ്ച വിളിച്ചു പറയുന്നത്. മാർക്ക് യഥാർത്ഥത്തിൽ 4th ലെവൽ മാർക്യൂസ് ആണ്. ആ പർപ്പിൾ ഡ്രസ്സുകാരൻ 9th ലെവൽ മാർക്യൂസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എന്നിട്ടും വിജയിച്ചത് മാർക്കാണ്. മാർക്ക് ആ പർപ്പിൾ ഡ്രസ്സുകാരനെ ഇടിച്ച് പുറകോട്ട് നീക്കിയ കാഴ്ച കണ്ടതും ഗ്രാനി ക്വിൻ ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നീ നിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്തിയിരിക്കുകയാണ്. ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിൽ നിന്നെ തോൽപ്പിക്കാൻ ഈ പൈറോയിൽ ആരുമില്ല എന്ന് പലരും പറയാറുണ്ട്. അതൊരിക്കൽ കൂടി നീ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ആ നിമിഷത്തിലും മാർക്കിനെ അഭിനന്ദിക്കാനാണ് ഗ്രാനി ക്വിൻ ആ അവസരം ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാനി ക്വിൻ ശരിക്കും ഒന്ന് അവരുടെ ബോഡി ഒന്ന് കുടഞ്ഞതും അമ്പരപ്പിക്കുന്ന ഒരു ഓറ അവർക്ക് ചുറ്റുമുണ്ടായി. അവരുടെ കൂടെയുള്ള ആ പീക്ക് ലെവൽ മാർക്സിസ്റ്റുകൾ ഒന്നും തന്നെ ഗ്രാനി ക്വിന്റെ സ്ട്രെങ്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് ആ നിമിഷത്തിൽ അവിടെ വെളിവാകുകയാണ്. ശരിക്കും അതിശക്തിയായ ഒരു മാർക്യൂസ്. അങ്ങനെ നമുക്ക് ആ പീക്ക് ലെവൽ മാർക്യൂസായ ഗ്രാനി ക്വിനെ വിളിക്കാൻ പറ്റും. അവിടെ ചുറ്റുമുള്ള ആ ഓറ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ, അത് ആ മുറിയിൽ അങ്ങനെ ശക്തമായി വളർന്നു വരികയാണ്. അത് കണ്ടതും അതുവരെ നിശബ്ദനായിരുന്ന ചാങ് മോ ചാടി എണീറ്റു. ചാങ് മോ മാർക്ക് ഫെല്ലർക്കും ഗ്രാനി ക്വിനും ഇടയിലേക്ക് കയറിയിട്ട് അവരോടായി പറഞ്ഞു, ഏയ് സ്റ്റോപ്പ് ഇറ്റ്. മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്യാനായി തന്റെ ആ കപ്പാസിറ്റി ഉപയോഗിക്കാൻ ശ്രമിച്ച ഗ്രാനി ക്വിന് മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി നിന്നപ്പോൾ ഗ്രാനി ക്വിന് ശരിക്കും ഒരു അസംതൃപ്തി തോന്നി. അവർ തന്റെ മുന്നിൽ കയറി നിൽക്കുന്ന ചാങ് മോയോട് ചോദിച്ചു, ഏയ് താനാരാ ഇതിനിടയ്ക്ക് കയറി ഇടപെടാൻ? ഏയ് ഞാൻ പറഞ്ഞില്ലേ ഇനി പ്രശ്നം വേണ്ടെന്ന്. വീണ്ടും ചാങ് മോ അങ്ങനെ പറഞ്ഞതും ഗ്രാനി ക്വിൻ ചാങ് മോയോട് ചോദിച്ചു, ഞങ്ങളുടെ വിഷയത്തിൽ കയറാൻ ഇടപെടാൻ താൻ ആരുവാ? അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഗ്രാനി ക്വിൻ ചൂടായതും ചാങ് മോ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ചാങ് മോ തിരിഞ്ഞ് പുറകുവശത്ത് നോക്കി ഉറക്കെ വിളിച്ചു, മാനേജർ കം ഹിയർ. ശബ്ദം കേട്ട് മാനേജർ അങ്ങോട്ട് ഓടി വന്നു. അങ്ങോട്ട് ഓടി വരുന്ന മാനേജറോടായി ചാങ് മോ പറഞ്ഞു, സെക്യൂരിറ്റി വിളിക്ക്, എവരെ പിടിച്ച് പുറത്താക്ക്. അത് കേട്ടപ്പോ ആ മാനേജർ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. ഏയ് ഞാൻ പറഞ്ഞു കേട്ടില്ലേ, സെക്യൂരിറ്റി വിളിച്ച് അവരെ പുറത്താക്കാൻ. മാസ്റ്റർ, ആ സെക്യൂരിറ്റി ഇവർ കൊന്നു. സെക്യൂരിറ്റി ഇവർ കൊന്നു. ശരിക്കും ആ വാർത്ത ചാങ് മോയേക്കാൾ ഞെട്ടിച്ചത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ ആ മാനേജർ നോക്കിയിട്ട് തിരിഞ്ഞ് ഗ്രാനി ക്വിനോട് പറഞ്ഞു, കളക്കളവി, നീ ആ പാവ സെക്യൂരിറ്റിക്കാരനെ കൊന്നു അല്ലേ? നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നീ അവരെ കൊന്നത്? നീ ഇത്ര മോശം സ്ത്രീയായി പോയല്ലോ. മാർക്ക് ഫെല്ലർ അങ്ങനെ പറയുമ്പോൾ മാനേജർ തന്നെ നോക്കി നിൽക്കുന്ന ചാങ് മോ തിരിഞ്ഞ് ആ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്റെ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നു അല്ലേ? അത് കേട്ടതും ഗ്രാനി ക്വിൻ ചാങ് മോയോട് പറഞ്ഞു, ഏയ് അവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അതൊക്കെ നമുക്ക് ചവിട്ടിയരച്ച് കളയാനുള്ള സാധാരണ കീടങ്ങൾ പോലുള്ള ഒരാളല്ലേ. സാധാരണ ആളുകളെ കുറിച്ചുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലെ ഒരാളുടെ വിലയിരുത്തലാണ് ഗ്രാനി ക്വിനിന്റെ ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അത് കേട്ടതും മാർക്ക് ഫെല്ലർക്കും ചാങ് മോയ്ക്കും ഒരുമിച്ച് ദേഷ്യം വരികയാണ്. ചാങ് മോ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് ഇവിടെ ഈ ചാങ് കുടുംബത്തിന്റെ റെസ്റ്റോറന്റിൽ എത്തിയിട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ഏയ് ചെറുപ്പക്കാരാ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ വീണ്ടും വിഷയത്തിൽ ഇടപെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നീ എന്റെ കൈയുടെ ചൂടറിയും. ശരിക്കും ഗ്രാനി ക്വിൻ ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞതും ചാങ് മോ ഗ്രാനി ക്വിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം ഏതെന്ന് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ചാങ് മോ പറഞ്ഞതും ഗ്രാനി ക്വിനിന്റെ പുറകുവശത്ത് നിൽക്കുകയായിരുന്ന ഒരു പർപ്പിൾ ഡ്രസ്സുകാരൻ ഗ്രാനി ക്വിനിന്റെ അടുത്തേക്ക് വന്നിട്ട് ഗ്രാനി ക്വിനോട് രഹസ്യമായി പറഞ്ഞു, ഗ്രാനി ക്വിൻ, അത് ചാങ് കുടുംബത്തിലെ യങ് മാസ്റ്ററാണ്. അത് കേട്ടത് ഗ്രാനി ക്വിൻ ഉറക്കെ ചാങ് മോയോട് പറഞ്ഞു, ഓഹോ, നീയാണോ ചാങ് കുടുംബത്തിലെ യങ് മാസ്റ്റർ? ഈ പൈറോയിൽ ഈ ചാങ് സിറ്റി ഒരു ചെറിയ സംഭവമാണ്. ഇവിടെയുള്ള ഒരു കുടുംബത്തിലെ യങ് മാസ്റ്ററായ നിനക്ക് ഇവിടെ ചിലപ്പോ പലതും തോന്നും. പൂച്ച സ്ഥലത്തില്ലാത്ത സമയത്ത് എലികളൊക്കെ ഓടിക്കളിക്കുമല്ലോ. അങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു എലിയുടെ മുഖമാണ് യഥാർത്ഥത്തിൽ നിനക്കുള്ളത്. ചാങ് മോയോട്
ഗ്രാനി ക്വിൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും മാർക്ക് ഫെല്ലർ ചാങ് മോയോട് പറഞ്ഞു, ഏയ് എഗ് മാസ്റ്റർ ചാങ്, നിങ്ങൾ അവരെ വിളിച്ച കേട്ടാ കുരങ്ങാന്ന്, അല്ല അവര് എലിയെന്ന്, അല്ലല്ല അവരാ ഉദ്ദേശിച്ചത് നിങ്ങൾ കുരങ്ങനാണെന്നാണ്. തന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ കുരങ്ങാന്ന് വിളിച്ചു എന്നുള്ള ഒരു ഫീല് ചാങ് മോയുടെ മനസ്സിലേക്ക് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കുത്തിവെച്ചു. അത് കേട്ടതും ചാങ് മോ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് നിങ്ങൾക്ക് ചാങ് കുടുംബത്തിന്റെ ശക്തി എന്തെന്ന് അറിയില്ല. ഏയ് ചെറുപ്പക്കാരാ, നിന്റെ ഈ ചാങ് കുടുംബം ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. ഞങ്ങൾ ഒന്ന് വിരലിഞ്ഞൊടിച്ചാൽ ആ നിമിഷം ഈ കടലിൽ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ നിന്റെ ഈ ചാങ് കുടുംബം. ഗ്രാനി ക്വിൻ ചാങ് കുടുംബത്തിന്റെ യങ് മാസ്റ്റർ ചാങ് മോയോട് അങ്ങനെ പറയുമ്പോൾ ചാങ് മോ ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിച്ചു തുടങ്ങിയാണ്. ചാങ് മോ ഉറക്കെ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് ഓൾഡ് ലേഡി, നിങ്ങൾ അതിരുകൾ കടക്കുകയാണ്. ഏയ് ചെറുപ്പക്കാരാ, എന്ത് അതിരുകൾ കടക്കുന്നു? നിന്നെയും നിന്റെ അച്ഛനെയും പിന്നെ ഈ ടാങ്ക് സിറ്റിയും തൂത്തെറിയാൻ ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. ഞങ്ങൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ സകലർക്കും മുകളിലാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല. അങ്ങനെ ഗ്രാനി ക്വിൻ പറഞ്ഞതും നേരത്തെ അവരോട് സംസാരിച്ച പർപ്പിൾ ഡ്രസ്സുകാരൻ ഗ്രാനി ക്വിന്റെ ചെവിയിലോട്ട് പറഞ്ഞു, ഗ്രാനി ക്വിൻ, ഇവർക്ക് ഒരുപാട് മാർക്വിസ്റ്റുകളുണ്ട്. ഇവരുടെ പേരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ സിറ്റിയുടെ പേരുണ്ടായിരിക്കുന്നത്. ടാങ് ഷെങ് കുടുംബത്തിന്റെ കുടുംബ പേരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ടാങ് സിറ്റി എന്ന പേരുണ്ടായത് തന്നെ. ആ കാര്യമാണ് ആ പർപ്പിൾ ഡ്രസ്സുകാരൻ ഗ്രാനി ക്വിന്റെ ചെവി പറഞ്ഞത്. ഒരുപാട് മാർക്വിസ്റ്റുകൾ അവർക്കൊപ്പം ഉണ്ടെന്ന് കേട്ടതും ഗ്രാനി ക്വിൻ പെട്ടെന്ന് ഒന്ന് ശാന്തിയായി. അവരുടെ ഓറ അതിവേഗം പിൻവലിച്ചു. ശരിക്കും അവർ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ആ പർപ്പിൾ ഡ്രസ്സുകാരൻ ഗ്രാനി ക്വിനോട് അങ്ങനെ പറഞ്ഞത്. ആ ഓറ ഗ്രാനി ക്വിൻ പിൻവലിച്ചതും ചാങ് മോ അവരോട് പറഞ്ഞു, ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പുറത്ത് കിടക്കണം. ശരിക്കും അതൊരു ഓർഡറാണ്. ഗ്രാനി ക്വിന്റെ പുറകെ നിൽക്കുന്ന പർപ്പിൾ ഡ്രസ്സുകാരൻ പെട്ടെന്ന് ഗ്രാനി ക്വിന്റെ കയ്യിൽ പിടിച്ചു. ശരിക്കും ഗ്രാനി ക്വിൻ മറുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പർപ്പിൾ ഡ്രസ്സുകാരൻ ബലമായി ഗ്രാനി ക്വിന്റെ കൈ കയറി പിടിച്ചത്. അയാൾ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഗ്രാനി ക്വിൻ, നമുക്ക് ഇവിടുന്ന് പോവാം. ആ എൻറ്റയർ സിറ്റിയും ചാങ് കുടുംബത്തിന്റെ അധീനതയിലാണ്. അവർക്ക് എന്തൊക്കെ കഴിയുമെന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഗ്രാനി ക്വിന് ഒരു പിടിയുമില്ല. ഗ്രാനി ക്വിൻ തൻ്റെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുന്ന ആ പർപ്പിൾ ഡ്രസ്സുകാരന്റെ ലക്ഷ്യം ആ നിമിഷത്തിൽ എങ്ങനെയോ മനസ്സിലാക്കി. അവർ മാർക്കിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞിട്ട് അവർ ആ പർപ്പിൾ ഡ്രസ്സുകാർക്കൊപ്പം ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ നിമിഷത്തിൽ ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചാങ് മോ. ചാങ് മോയുടെ ജീവിതത്തിൽ പുകഴ്ത്തലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവനെയും അവന്റെ അച്ഛനെയും അവർക്ക് ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തുന്നതാണ് അവൻ കണ്ടിട്ടുള്ളത്. ആ ചാങ് മോയെ ഇന്നിതാ ഒരു സ്ത്രീ വളരെ മോശമായി അപമാനിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം ചാങ് മോയുടെ മനസ്സിലേക്ക് വരികയാണ്. ഗ്രാനി ക്വിനും ടീമും ആ ഹാളിൽ നിന്ന് പുറത്തു പോയതും മാർക്ക് ഫെല്ലർ ചാങ് മോയോട് പറഞ്ഞു, ചാങ് മോ, അവരുടെ അഹങ്കാരം കണ്ടില്ലേ? അതെ മാർക്ക്, ഇനി അവരെ വെറുതെ വിടാൻ പറ്റില്ല. മാർക്ക്, നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനെ കാണാൻ പോവാം. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ ചാങ് മോയ്ക്കൊപ്പം ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. താഴെ അവരെത്തുമ്പോൾ തല ചിതറിക്കിടക്കുന്ന ആ സെക്യൂരിറ്റി ഗാർഡിനെ അവർ കാണുകയും ചെയ്തു. ആ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തായി ആ റെസ്റ്റോറൻറ്റിലെ അനവധി ആളുകൾ നിൽപ്പുണ്ട്. അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ചാങ് മോ അതിവേഗം ആ പാലത്തിലൂടെ പുറത്തു വന്ന് അയാളുടെ റോൾസ് റോയ്സിലേക്ക് കയറി. ശരിക്കും അടിപൊളി ഒരു റോൾസ് റോയ്സ് ആണ് ഈ ചാങ് മോയുടെ സ്വന്തം കാർ എന്ന് പറയുന്നത്. ചാങ് മോയും മാർക്ക് ഫെല്ലറും കൂടി ആ റെസ്റ്റോറന്റിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മാർക്ക് ഫെല്ലർ ചാങ് മോയോട് പറഞ്ഞു, എന്നാലും യങ് മാസ്റ്റർ ചാങ് മോയെ നോക്കി കുരങ്ങാന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ, അല്ല മാർക്ക്, അവരെന്തോ എലിയും പൂച്ചയും എന്നൊക്കെയല്ലേ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്നത് കുരങ്ങന്മാരെ കളിയാക്കാൻ വേണ്ടിയാണ്. എന്നാലും യങ് മാസ്റ്റർ മുഖത്ത് നോക്കിക്കൊണ്ട് ആരെങ്കിലും കുരങ്ങാന്ന് പറയൂ? മാർക്ക് ഫെല്ലർ വീണ്ടും ആ വാക്കുല്ലിച്ചതും ശരിക്കും ഒരു ദേഷ്യം ഇങ്ങനെ ചാങ് മോയുടെ പുറത്ത് ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അയാളുടെ ബോഡി ഒന്ന് തിളക്കുകയാണ്. അവരുടെ കാറ് ചാങ് പാലസിന് മുന്നിലെത്തുമ്പോൾ ദേഷ്യം കൊണ്ട് ചുമന്ന ചാങ് മോ അതിവേഗം കാറിൽ നിന്നിറങ്ങി മാർക്കുമായി ചാങ് ഷെങ് ഇരിക്കുന്ന ഭാഗത്തേക്ക്. ചാങ് ഷെങ് ആ സമയത്ത് ഒരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനടുത്തേക്ക് ഓടിയെത്തിയ ചാങ് മോ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്നെ ഒരാൾ അപമാനിച്ചു. അച്ഛാ, എന്നെ ഒരാൾ അപമാനിച്ചു എന്ന്
ചാങ് മോ പറഞ്ഞതും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാങ് ഷെങ് ശരിക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അയാൾ തിരിഞ്ഞ് ചാങ് മോയെ നോക്കി. അപ്പോഴാണ് അയാൾ മാർക്ക് ഫെല്ലറെ കണ്ടത്. അച്ഛാ, ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു സ്ത്രീ എന്നെ ശരിക്കും അപമാനിച്ചു. എന്നെയും അച്ഛനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നഗരത്തെയും ഒക്കെ അവർ അപമാനിച്ചു. അങ്ങനെ ചാങ് മോ പറയുമ്പോൾ മാർക്ക് ഫെല്ലർ ഉറക്കെ ചാങ് ഷെങ്ങിനോട് പറഞ്ഞു, മാസ്റ്റർ, അവർ ചാങ് മോയെ കുരങ്ങാന്നാ വിളിച്ചത്. അച്ഛാ, എന്നെ അച്ഛനെയൊക്കെ കുരങ്ങാന്ന് വിളിക്കാൻ അവർക്ക് ആരാ അധികാരം കൊടുത്തത്? അച്ഛാ, അവർ ഒരു പാഠം പഠിപ്പിക്കണം. ചാങ് മോ അങ്ങനെ പറഞ്ഞതും ചാങ് ഷെങ് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നീ പുറത്തേക്ക് പോ. കേൾക്കേണ്ട താമസം മാർക്ക് ഫെല്ലർ ആ ടീ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മെയിൻ ബിൽഡിംഗിലേക്ക് എത്തി. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ചാങ് ഷെങ് ചാങ് മോയോട് പറഞ്ഞു, ഏയ് മോ, നീ വിഷമിക്കേണ്ട. നിന്നെ അപമാനിച്ച ഒരാളെയും അച്ഛൻ വെറുതെ വിടില്ല. അയാളുടെ ഏക മകനാണ് ചാങ് മോ. ആ ചാങ് മോയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അയാൾ ജീവിക്കുന്നത് തന്നെ. അയാളും അയാളുടെ മകനും ഒരുപാട് തവണ ആളുകൾ അവരെ പുകഴ്ത്തുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പുകഴ്ത്തപ്പെടുമ്പോഴും അവർ രണ്ടുപേരും അതീവ ബുദ്ധിശാലികളുമാണ്. അവർ ആളുകളുടെ ഇടയിൽ ഒരു ഭയം വിതച്ചിട്ടുണ്ട്. അതേ സമയത്ത് ആളുകളോട് സ്നേഹത്തോട് ഇടപെടുന്ന ആളുകളുമാണ്. അതിന്റെ ഫലമായി ഒരു ബഹുമാനവും അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ ബഹുമാനമാണ് ഇന്നിതാ നഷ്ടമായിരിക്കുന്നത്. ആ ബഹുമാനം ഒരു സ്ഥലത്ത് നഷ്ടമായാൽ അത് പടർന്നു പിടിക്കും. ഒരു പകർച്ചവ്യാധി പോലെ അത് പടർന്നു പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ അധികാരത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായി അത് മാറും. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകളാണെങ്കിൽ പോലും അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്തയാണ് ചാങ് ഷെങ് ചാങ് മോയോട് പങ്കുവച്ചത്. മാർക്ക് ഫെല്ലർ അകത്ത് ആ ബിൽഡിങ്ങിലെ ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ചാങ് മോ മടങ്ങി വന്നത്. ചാങ് മോ മടങ്ങി വരുമ്പോൾ മാർക്ക് നിർനിമേഷനായി ചാങ് മോയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ചാങ് മോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇന്നേക്ക് 4-ാം ദിവസം ഞാൻ മാർക്കിനൊപ്പം ചേരും. എല്ലാ സപ്പോർട്ട് മെക്കാനിസവും ഞാൻ ഒരുക്കും. മാർക്ക്, നിന്നെ തൊടാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല. മാർക്ക് ഫെല്ലർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത ഇതാ മാർക്കിനെ തേടി വരികയാണ്. ചാങ് മോ പറഞ്ഞത് കേട്ടതും മാർക്ക് ഫെല്ലർ ചാങ്ങിനോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. ശരിക്കും മാർക്കിന്റെ ആ ഉള്ളിൽ സന്തോഷം ഇങ്ങനെ അള്ളയടിച്ച് വരികയാണ്. ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാതെ മാർക്ക് പുറത്തിറങ്ങി ഒരു വാഹനം പിടിച്ച് അവിടെ നിന്ന് നേരെ മാർക്കിന്റെ വസതിയിലേക്ക് തിരിച്ചു. മാർക്ക് വസതിയിൽ മടങ്ങിയെത്തുമ്പോൾ ആദ്യം കണ്ടത് ഷിയാവൂനെയാണ്. ഷിയാവു മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ, എന്തായി? ഷിയ, ആ ചാങ് കുടുംബക്കാര് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് സമ്മതിച്ചു. അത് കേട്ടുകൊണ്ടാണ് സാക്ഷാൽ മീശ അങ്ങോട്ട് വരുന്നത്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെന്തായാലും നല്ല വാർത്തയാണ്. അങ്ങനെ പറയുമ്പോൾ മീശയുടെ മുഖത്ത് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത് മാർക്ക് കണ്ടു. മാർക്ക് മീശയോട് ചോദിച്ചു, ഏയ് മീശ, എന്തു പറ്റി? മാർക്ക്, ഞാന് ഈ രാത്രിയിൽ പല കാര്യങ്ങളും പഠിക്കുകയായിരുന്നു. ആകാശത്ത് കാണുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഞാൻ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. മീശ അത് പറഞ്ഞപ്പോൾ മീശയുടെ മുഖം മങ്ങിയിരിക്കുന്നത് മാർക്ക് ഫെല്ലർ കണ്ടു. മാർക്ക് മീശയോട് ചോദിച്ചു, ഏയ് മീശ, എന്തു പറ്റി? മാർക്ക്, ഞാന് കഴിഞ്ഞ രാത്രി ആകാശത്ത് ഒരു പ്രതിഭാസം കണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് ചില ദുസ്സൂചനകളൊക്കെ തോന്നുകയാണ്. എന്തോ മോശമായ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഏയ് മീശ, എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, എനിക്കും എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്തോ അശുഭകരമായ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. മീശ അത് പറഞ്ഞപ്പോൾ മാർക്കിനും ഷിയാവോയ്ക്കും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ മീശയ്ക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. മീശ മാർക്ക് ഫെല്ലറോടും ഷിയാവോനോടും ആ കാര്യങ്ങൾ സംസാരിക്കുന്ന അതേ സമയത്ത് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ഷിയാവും മീശയും കൂടി ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന് പുറത്തിറങ്ങിയ സമയത്ത് ഷിയ ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നു. ആ നിമിഷത്തിൽ അവൾക്ക് പുറകിലുള്ള പലതും പൊടിഞ്ഞ് താഴെ വീണിരുന്നു. ശരിക്കും ഒരു നോട്ടം കൊണ്ട് ഷിയയ്ക്ക് ആ ബിൽഡിങ്ങിൽ പലതും പൊളിച്ചെടുക്കാൻ പറ്റിയിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഷിയ മാർക്കിനും മീശയ്ക്കൊപ്പം ആ ടെലിപോർട്ടേഷനിൽ കയറി ആ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന് പുറത്തേക്ക് വരുന്നത്. അതേ ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് ഇപ്പോൾ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ മാർക്ക് ഫെല്ലർ ആദ്യത്തെ ദിവസം വന്നിരുന്ന ആ ഹാളിൽ തറയിലാണ് ആ സംഭവ വികാസങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. മാർക്ക് ഫെല്ലർ അവിടെ ഒരു കസേരയിൽ
ആ ഇമോർട്ടൽ സ്ലൈയിങ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററുടെ അസ്ഥികൂടം ഇരിക്കുന്ന കണ്ടിരുന്നു. ആ അസ്ഥികൂടത്തിന്റെ തലയിൽ മാർക്ക് തലോടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഒരു സിനിമ കാണുന്ന പോലെ പല രംഗങ്ങൾ കണ്ടത്. അതേ ഹാളിൽ ഇപ്പോ തറയിലൊരു അനക്കം. ആ തറ പെട്ടെന്ന് ഒന്ന് വിണ്ടുകീറി അതിനകത്തുനിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. നല്ല പൊക്കമുള്ള ആചാരബാഹുവായ ഒരു മനുഷ്യനാണ് ശരിക്കും പുറത്തേക്ക് വന്നത്. അയാൾ പുറത്തു വന്ന് അവിടെ അങ്ങനെ നിന്നതും ചുറ്റും ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ കൈയൊന്ന് അനക്കി. അയാൾ ആ കൈയൊന്ന് അനക്കിയതും അയാൾക്ക് മുമ്പിലുള്ള ആ തറ പതുക്കെ പതുക്കെ പൊട്ടി തുടങ്ങി. പൊട്ടിത്തയരുന്ന ആ തറയിൽ നിന്ന് ആദ്യം മുകളിലേക്ക് വീഴുന്നത് പൊടിപടലങ്ങളാണ്. അല്പസമയം കഴിഞ്ഞതും ആ പൊടിപടലങ്ങൾക്കിടയിലൂടെ സ്കെലിറ്റനുകൾ മുകളിലേക്ക് പൊങ്ങി വന്നു. 7 സ്കെലിറ്റനുകൾ, പൂർണ്ണ വളർച്ചയെത്തിയ 7 മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങളാണ് അവിടെ ആ തറയിൽ നിന്ന് പൊങ്ങി വന്ന് അങ്ങനെ നിന്നത്. ആ 7 അസ്ഥികൂടങ്ങളിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ ഉറക്കെ പറയുകയാണ്, ശോ, സെക്ഷൻ മാസ്റ്റർ പുനർജീവിപ്പിക്കാൻ പറ്റാത്തത് കഷ്ടമായിപ്പോയി. അദ്ദേഹത്തെ കൂടി പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ലക്ഷ്യം സാധൂകരിച്ചിനെ. എന്തായാലും എന്റെ മുകളിലുള്ള തടസ്സം മാറ്റിയതുകൊണ്ടാണ് എനിക്ക് പുനർജനിക്കാൻ പറ്റിയത്. ആ എണീറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മുകളിൽ ഉണ്ടായിരുന്ന തടസ്സമാണ് മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടിയും ആ 2 ബോഡി ഗാർഡുകളും അവിടുന്ന് മാറ്റിയപ്പോൾ മാറിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യഥാർത്ഥത്തിൽ അയാൾ ശക്തി വീണ്ടെടുത്ത് മണ്ണടിയിൽ കിടക്കുകയായിരുന്നു. ഇപ്പോ അനുയോജ്യമായ ഒരു സമയം വന്നു തോന്നിയതും അയാൾ ഭൂമിക്ക് പുറത്തു വന്നതാണ്. ആ 7 രൂപങ്ങളെയും ഒന്ന് നോക്കിയിട്ട് ആ വ്യക്തി ഉറക്കെ പറഞ്ഞു, മതി, ഈ 7 പേര് മതി എനിക്ക് ഈ ഭൂമി കീഴടക്കാൻ. ആ ഭൂമിയിലുള്ള എന്തിനേയും ഏത് ശക്തിയും കീഴടക്കാൻ ആ 7 സ്കെലറ്റനുകൾ മാത്രം മതിയെന്നാണ് ആ മനുഷ്യൻ ഉറക്കെ പറയുന്നത്. ഈ സംഭവവികാസങ്ങളെ കുറിച്ചും ഒന്നും അറിയാതെ മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന ആ അത്ഭുതത്തെക്കുറിച്ചാണ്. ടാങ്ക് സിറ്റിയിൽ അടുത്ത 4 ദിവസത്തിനകം അത് സംഭവിക്കും. ടാങ്ക് സിറ്റിയിലെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ആ ചെടി ഇങ്ങനെ ഭൂമിക്ക് മുകളിലേക്ക് പൊങ്ങി വരും. ആ ചെടി ടാങ്ക് സിറ്റിയിൽ എവിടെയായിരിക്കും പൊങ്ങി വരിക? ആ വിഷയമാണ് മാർക്കും ഷിയും മീശയും ചർച്ച ചെയ്യുന്നത്. മീശ ആ ടാങ്ക് സിറ്റിയുടെ പൊതുവായ ജോഗ്രഫി വിലയിരുത്തിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ കിഴക്ക് വശത്തായിരിക്കും എന്തായാലും ആ ഒരു പ്രതിഭാസം സംഭവിക്കാൻ പോവുക. പൈറോയുടെ തെക്ക് കിഴക്ക് ആണ് ഈ ടാങ്ക് സിറ്റി എന്ന് പറയുന്നത്. ടാങ്ക് സിറ്റി ഒരു റിമോട്ട് സിറ്റിയാണെന്ന് പറയാം. പക്ഷെ ആ ടാങ്ക് സിറ്റിയിൽ മറ്റ് സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒന്ന്, ടാങ്ക് സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള വിശാലമായ വനവും അതുപോലെ മലകളും ഒക്കെയാണ്. ആ ഭാഗത്ത് തന്നെയായിരിക്കും ചെടി ഉയർന്നു വരാൻ പോവുക. അക്കാര്യം മാർക്കിനും ഏകദേശം ധാരണയുള്ളതാണ്. മാർക്കും മീശയും പറയുന്ന കാര്യം ശരിയാണെന്നുള്ള അഭിപ്രായം തന്നെ ഷീക്കുള്ളത്. അവർ ഈ വിഷയം ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ്. അതിവേഗമാണ് 3 ദിവസം കടന്നു പോയത്. ഈ 3 ദിവസത്തിലും യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ആ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് തിരഞ്ഞത് ഈ ടാങ്ക് സിറ്റിയിലെ ആ 10,000 വർഷം പഴക്കമുള്ള ചെടി പൊങ്ങി വരുന്നതിനെ കുറിച്ചുള്ള വാർത്ത ഉണ്ടോന്നാണ്. മാർക്കിനെ ശരിക്കും മാർഷൽ ആർട്സ് ഫോറം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ ഫോറത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു വാർത്തയുമില്ല. പക്ഷേ ആ മാർഷൽ ആർട്സ് ഫോറം ശരിക്കും സജീവമാണ്. ആ ഫോറത്തിൽ മുഴുവൻ ചർച്ചയും ഒരൊറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചാണ്. ന്യൂ സെലസ്റ്റിലെ ജിങ്ദു മേഖലയിൽ നടക്കുന്ന ഒരു ഫൈറ്റാണ് ചർച്ചയുടെ പ്രധാന വിഷയം. പൈറോയിൽ 2 ആളുകളാണ് നമ്പർ 1, ലാരി ഹോംസും ജിയാങ് ഹീയും. ആ ജിയാങ് ഹീയും ഗ്രാനിക്കുന്റെ വളർത്തു മകനായ ബ്ലാക്കിയും തമ്മിലുള്ള ആ മത്സരം ജിങ്ദുവിൽ നടക്കുകയാണ്. ന്യൂ സെലസ്റ്റിലെ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ കേന്ദ്രമാണ് ജിങ്ദു. ആ ജിങ്ദുവിലാണ് മത്സരം നടക്കുന്നത്. ഫൈറ്റ് തുടങ്ങിയിട്ട് 3 ദിവസമായി. ആരും വിജയിക്കാതെ തുടർന്ന ആ ഫൈറ്റ് 3-ാം ദിവസം വൈകുന്നേരം ആയപ്പോൾ ജിയാങ് ഹീയുടെ വിജയത്തിൽ കലാശിച്ചു. പീക്ക് ലെവൽ മാർക്കിസായ ബ്ലാക്കി അതിശക്തനാണെന്നുള്ള കാര്യത്തിൽ മാർക്കിന് സംശയമൊന്നുമില്ല. പക്ഷെ ആ ബ്ലാക്കിയെ ഇതാ ജിയാങ് ഹീ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജിയാങ് ഹീയുടെ ശക്തി എത്രത്തോളം ഉണ്ടാകും? ആ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. ഒരുപാട് കമന്റുകളാണ് ആ ഫൈറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ കമന്റുകളിലേക്കും ആ പോസ്റ്റുകളിലേക്കും ഒക്കെ കടന്നു പോകുമ്പോൾ മാർക്കിന് പെട്ടെന്നാണ് ആ കാര്യം ബോധ്യമായത്. മനഃപൂർവ്വം ഗ്രാനിക്യുൽ ആ മത്സരം
ആ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചതാണ്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട സകല ആളുകളുടെ ശ്രദ്ധ ന്യൂസെലസിലെ ജിങ്ദു മേഖലയിൽ നടക്കുന്ന ആ കോമ്പറ്റീഷനിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾ ടാങ് സിറ്റിയിലേക്ക് ആ ചെടി അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടി ഗ്രാനി ക്വിൻ ഒരു അടിപൊളി പ്ലാൻ വർക്കൗട്ട് ചെയ്തതാണ്. ജിയാങ് 10-30 വർഷമായിട്ട് പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ആ ജിയാങ് മടങ്ങി വരുന്നുവെന്നും ആ ജിയാങ് ബ്ലാക്കിയുമായി ഏറ്റുമുട്ടുന്നു കേൾക്കുമ്പോൾ ഏതൊരാളും ആ ഫൈറ്റ് കാണാനായി ജിങ്ദുവിലെത്തും. സകല മാർഷൽ ആർട്ടിസ്റ്റുകളും ന്യൂസെലസിലെത്തി ജിങ്ദു മേഖലയിൽ വന്ന് ആ ഫൈറ്റ് കാണും. അക്കാര്യം ഗ്രാനി ക്വിന് നന്നായിട്ട് അറിയാം. ഗ്രാനി ക്വിൻ്റെ ഐഡിയയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ മാർക്കിനുണ്ടായി. നേരെ പുലർന്നു. അന്നാണ് ആ ചെടി പൊങ്ങി വരുന്നത്. രാവിലെ റെഡിയായ മാർക്ക് ഫെല്ലർ ആ കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഒരു പ്രത്യേകതയും ഇന്ന് അവിടെ നിന്ന് കാണുന്നില്ലല്ലോ. മാർക്ക്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചെടിയാണ്. പ്രത്യേകതകൾ കാണിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്താൻ അത് ബോധപൂർവ്വം ശ്രമിക്കാത്തതാകും. മീശ എന്തായി പറയുന്നത്? ആ ചെടിക്ക് സെൻസ് ഉണ്ടെന്നാണല്ലോ മീശ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുക. അതേ മാർക്ക്, ശരിക്കും സെൻസ് ഉള്ള ചെടിയാണ് ഈ 10,000 year old ഹെർബ്സ് എന്ന് പറയുന്നത്. അത് മാർക്ക് കാണാൻ പോവുകയാണ്. മാർക്ക് ഫെല്ലറോട് മീശ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, ഞാനും മീശയും കൂടി ആ ചെടി ഉയർന്നു വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഷിയ ഇവിടെ നിൽക്ക്. ഏയ് മാർക്ക് ഫെല്ലർ, ഞാനും വരുന്നു. ഷിയ, നീ വന്നാൽ ശരിയാവത്തില്ല, അവിടെ ഫൈറ്റ് ഉണ്ടാവും. മാർക്ക്, ഞാനൊരു മാർക്കിസ് ആണെന്നുള്ള കാര്യം മാർക്ക് എന്തേ മറക്കുന്നത്? മാർക്കിന്റെ മനസ്സിൽ അപ്പോഴും ഷിയാവു ഒരു കൊച്ചു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ ഇപ്പൊ ഒരു മാർക്കിസ് ആണ്. മാർക്കിസായ അവൾ ഫൈറ്റിനെ ഭയക്കുകയല്ല വേണ്ടത്, മാർക്കിസായ അവൾ ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഷിയ പറഞ്ഞതിന്റെ അർത്ഥം മാർക്കിന് നന്നായി മനസ്സിലാവും. അപ്പോഴും മാർക്കിനൊരു മടിയുണ്ട്. ഷിയാവുവിനെ ആ ഫൈറ്റിനിടയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാകില്ല എന്നൊരു തോന്നലാണ് മാർക്കിനുള്ളത്. അത് മനസ്സിലാക്കിയ ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഫൈറ്റ് ചെയ്താലല്ലേ എനിക്കും വളരാൻ പറ്റൂ, ഞാനും മാർക്കിനൊപ്പം വരും. ഷിയ അങ്ങനെ തീർത്ത് പറഞ്ഞതും മാർക്ക് മീശയ്ക്കും ഷിയയ്ക്കൊപ്പം ആ ടാങ് സിറ്റിയുടെ കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ചു. അവർ അവിടെ എത്തുമ്പോൾ പല സ്ഥലത്തു നിന്നായി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. വന്നിരിക്കുന്ന ആളുകളിൽ ശക്തരായ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് മാർക്ക് ആ ഭാഗം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ അനവധി മാർക്കിസ്റ്റുകളുടെ സാന്നിധ്യം മാർക്ക് അനുഭവപ്പെട്ടു. മാർക്ക് ആ ഡിവൈൻ സെൻസ് ഉള്ള സ്കാനിങ് അങ്ങനെ തുടരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാർക്കിന്റെ ആ സ്കാനിങ് അവസാനിച്ചു. മാർക്കിന്റെ ഡിവൈൻ സെൻസിനേക്കാൾ ശക്തമായ സെൻസ് ഉള്ള ആളുകളുടെ അടുത്ത് മാർക്കിന്റെ ആ സ്കാനിങ് നടക്കത്തില്ല. ആ സ്കാനിങ് സ്റ്റോപ്പ് ആയതും മാർക്ക് അത് മനസ്സിലായി. മാർക്ക് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് പർപ്പിൾ ഡ്രസ്സ് ധരിച്ച 8 ആളുകളെയാണ്. ആ 8 ആളുകളുടെ മുന്നിലായി സാക്ഷാൽ ഗ്രാനി ക്വിൻ ഉണ്ട്. ഗ്രാനി ക്വിൻ ശക്തമായ ഒരു ടീമുമായിട്ടാണ് ഈ ഹെർബ്സിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഗ്രാനി ക്വിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് മാർക്കിന് നല്ല ധാരണയുണ്ട്. ഗ്രാനി ക്വിനും ആ പർപ്പിൾ ഡ്രസ്സുകാരും ആ ഏരിയയിലേക്ക് വന്നതും അവിടെ പല ഭാഗത്തായി തമ്പടിച്ചിരിക്കുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾ അമ്പരപ്പോടെ ഗ്രാനി ക്വിന്റെ ടീമിനെ ഒന്ന് നോക്കുകയാണ്. ഗ്രാനി ക്വിന്റെ ടീമിന്റെ ഡ്രസ്സ് എല്ലാവർക്കും പരിചയമുള്ള ഡ്രസ്സാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ഡ്രസ്സാണ് ആ പർപ്പിൾ ഡ്രസ്സ്. ആ പർപ്പിൾ ഡ്രസ്സിനകത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എന്ന് കൃത്യമായി തുന്നിയിട്ടുണ്ട്. ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ എംബ്ലം അവരുടെ ഡ്രസ്സിലുണ്ട്. ആ എംബ്ലവും ആ തുന്നലും ആ പർപ്പിൾ കളറുള്ള ഡ്രസ്സും വിരിഞ്ഞ മാറിടത്തോടുകൂടി നിൽക്കുന്ന ആ 8 പേരെയും കാണുമ്പോൾ ഏതൊരാളും ഒന്ന് നോക്കിപ്പോകും. ശരിക്കും അന്ന് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പലരും പൈറോയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് വേണ്ടി പൈറോയ്ക്ക് പുറത്തും അകത്തുമായി ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്നത് ഈ പർപ്പിൾ ഡ്രസ്സുകാരാണ്. ശരിക്കും ബ്ലാക്ക് ഗോൾഡുകാർ പരാജയപ്പെടുമ്പോഴാണ് പർപ്പിൾ ഡ്രസ്സുകാർ ചെല്ലുന്നത്. പർപ്പിൾ ഡ്രസ്സുകാർ ചെന്നാൽ പിന്നെ ഒരാൾക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പർപ്പിൾ ഡ്രസ്സുകാരെ കണ്ടപ്പോൾ ശരിക്കും ഒരു വിറയലുണ്ടായിട്ടുണ്ട്. ആ പർപ്പിൾ ഡ്രസ്സുകാർക്കൊപ്പം വന്ന ഗ്രാനി ക്വിൻ ഒരു ഭാഗത്ത് അങ്ങനെ നിന്നിട്ട് പതുക്കെ അവളുടെ കണ്ണുകൊണ്ട് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു തുടങ്ങി. അവരുടെ കണ്ണുകൾ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ നേരെ അങ്ങനെ കറങ്ങി വരുമ്പോൾ ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ പതുക്കെ തല തിരിക്കുകയോ തറയിലേക്ക് നോക്കുകയോ ചെയ്യും. ഗ്രാനി ക്വിനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒഴിഞ്ഞു മാറുന്നതാണ്. പല രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് അവിടെ എത്തിയിരിക്കുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾ
ഗ്രാനി ക്വീനെ കാണാതെ തല മാറ്റിക്കളയുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു പുഞ്ചിരി ഗ്രാനി ക്വീനിന്റെ ചുണ്ടിലുണ്ടാവുകയാണ്. ആ ഒഴിഞ്ഞു മാറ്റത്തിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രാനി ക്വീന് നന്നായിട്ട് അറിയാം. ഭയം. അത് തന്നെയാണ് ആ ഒഴിഞ്ഞുമാറ്റം കാണിക്കുന്നത്. തല തിരിക്കുന്ന, തല കുനിക്കുന്ന, മാറിക്കളയുന്ന മാർഷൽ ആർട്ടിസ്റ്റുകളെ അങ്ങനെ സ്കാൻ ചെയ്ത് ഗ്രാനി ക്വീന്റെ കണ്ണുകൾ അവസാനം എത്തുന്നത് സാക്ഷൽ മാർക്ക് ഫെല്ലറിലാണ്. മാർക്ക് ഫെല്ലറുടെ കണ്ണും ഗ്രാനി ക്വീന്റെ കണ്ണും തമ്മിൽ ഇടഞ്ഞു. കണ്ണിമ പോലും ചലിപ്പിക്കാതെ മാർക്ക് ഫെല്ലർ ഗ്രാനി ക്വീനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഗ്രാനി ക്വീൻ ആ പർപ്പിൾ ഡ്രസ്സുകാർക്കൊപ്പം മാർക്ക് ഫെല്ലർക്ക് നേരെ നടന്നു തുടങ്ങി. അവർ നടന്ന് മാർക്ക് ഫെല്ലറും മീശയും ഷിയാവൂ നിൽക്കുന്ന ഭാഗത്തെത്തി. മാർക്ക് ഫെല്ലർ നോക്കി ഗ്രാനി ക്വീൻ പറഞ്ഞു, നീ ഇവിടേക്ക് വരുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. ഏയ് ഓൾഡ് ലേഡി, എന്താ നിങ്ങൾക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ? മാർക്ക് ഉറക്കെ അങ്ങനെ ചോദിച്ചതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. നീ ഇവിടെ വന്നിരിക്കുന്നത് ആ 10,000 year old ഹെബ്സിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കറിയാമല്ലോ, നീ വിചാരിച്ചാൽ അത് നേടാൻ പറ്റില്ല. കിളവി, അതൊക്കെ ആ ചെടി പൊങ്ങി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മാർക്ക് ഫെല്ലർ ഗ്രാനി ക്വീനെ കാണുമ്പോഴൊക്കെ ഓൾഡ് ലേഡി, കിളവി എന്നൊക്കെ പറഞ്ഞാണ് സംബോധന ചെയ്യുക. അവരുടെ ആത്മവിശ്വാസത്തെ ഒന്ന് ഉലയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് മാർക്ക് ഫെല്ലർ അങ്ങനെ പറയുന്നത്. അവർ വലിയ അരിസ്റ്റോക്രാറ്റിക് ആണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അവരൊരു അരിസ്റ്റോക്രാറ്റിക്കും അല്ല എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മോശം വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മാർക്കിന്റെ ഒരു രീതിയാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ഗ്രാനി ക്വീൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇവരെ ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിനെ പിടിച്ചേക്കാൻ പോകുന്നത്. മീശയും കൂടെ നിൽക്കുന്ന ഷീയും നോക്കിയിട്ടാണ് ഗ്രാനി ക്വീൻ അങ്ങനെ ചോദിച്ചത്. അതിനുശേഷം അവർ ഷീക്ക് നേരെ തിരിഞ്ഞു. ലിറ്റിൽ ഗേൾ, നീ ആള് മിടുക്കിയാണല്ലോ. ഈ പ്രായത്തിലെ നീ ഒരു മാർക്കിസ്റ്റ് ആയിരിക്കില്ലേ? നീ ശരിക്കും ജീനിയസ് ആണ്. നീ വെറുതെ ഈ മാർക്കിനൊപ്പം നിൽക്കാതെ നീ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഭാഗമാകും. നിന്നെ ഏത് ശൈലിയിൽ വേണമെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കേട്ടതും ഷിയാവൂ ഗ്രാനി ക്വീനോട് പറഞ്ഞു, താങ്ക് യു, പക്ഷേ എനിക്ക് താല്പര്യമില്ല. ലിറ്റിൽ ഗേൾ, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ശരിക്കും ശക്തമായ ഓർഗനൈസേഷനാണ്. ജിങ്ദുവിനൊപ്പം നിന്നാൽ നിനക്ക് ഏത് ലെവൽ വരെയും ഉയരാൻ പറ്റും. വീണ്ടും ഗ്രാനി ക്വീൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഷിയ ഗ്രാനി ക്വീനോട് പറഞ്ഞു, നോക്കൂ, എനിക്ക് നിങ്ങൾ ഈ അടുത്ത് വന്ന് സംസാരിക്കുന്നത് തീരെ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. നിങ്ങളുടെ വായി ശരിക്കും നന്നായി നാറുന്നുണ്ട്. മാറിക്ക്. അനവധി പുരുഷന്മാർ നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ആ പെൺകുട്ടി പെട്ടെന്ന് ഗ്രാനി ക്വീനോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊന്ന് ചമ്മി. അവരൊരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. അതിനുശേഷം അവർ ഷിയോട് പറഞ്ഞു, നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുതലാണല്ലേ? ഓക്കെ, നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ മീശയെ ഒന്ന് നോക്കി. മീശയെ അവർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ വെച്ച് നോട്ടമിട്ടതാണ്. അവരെ കൊണ്ട് ആ ഗാർഡിയൻ ബുക്കിനകത്ത് ഒപ്പിടിപ്പിച്ചത് ആ മീശയാണ്. മീശയെ ഒന്ന് നോക്കിയിട്ട് അവർ മീശയോട് പറഞ്ഞു, നീ വീണ്ടും ഇവരോടൊപ്പം കൂടിയിരിക്കുകയാണല്ലേ? അയ്യോ, ഞാൻ വെറുതെ ഇവരോടൊപ്പം വന്നെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നടക്കട്ടെ. അങ്ങനെ ഗ്രാനി ക്വീൻ പറഞ്ഞപ്പോഴാണ് ഒരു ഓളം അവിടെ ഉണ്ടായത് അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു മനുഷ്യൻ അങ്ങോട്ട് നടന്നു വരുന്നതിന്റെ ഒരു ഓളമാണ് അവിടെ ഉണ്ടായത്. ആ ആളെ കണ്ടതും ഗ്രാനി ക്വീനും അവർക്കൊപ്പമുള്ള ആ പർപ്പിൾ ഡ്രസ്സുധാരികളും ആ ആളിന്റെ നേരെ നടന്നു തുടങ്ങി. മറുഭാഗത്തൊക്കെ നിൽക്കുന്ന മറ്റ് മാർഷൽ ആർട്ടിസ്റ്റുകളും ആ ആളുടെ നേരെ നടക്കുകയാണ്. സകലരും ആ ആളിന് നേരെ നടക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ മീശയോട് ചോദിച്ചു, മീശ, അതാരാ? മാർക്ക്, അയാളുടെ പേര് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അയാളെ എല്ലാവരും വിളിക്കുക മാസ്റ്റർ ഫാരഡേ എന്നാണ്. അയാൾ വലിയ കണ്ടുപിടുത്തക്കാരനാണ്. അതേ മാർക്ക്, അയാൾക്ക് ഒരു പ്രവചന ശേഷിയും. മാർക്ക്, ഈ ചെടി എവിടെയാണ് പൊങ്ങി വരിക എന്ന് പ്രവചിക്കാൻ അയാൾക്ക് പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും അയാളെ വളയുന്നത്. അയ്യോ, അത്ര ശക്തനാണോ അയാൾ? അതേ മാർക്ക്, അയാൾ വലിയ ശക്തനൊക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ മീശ പ്രശ്നം? അയാൾ 10 തവണ ഗണിച്ചു പറയുമ്പോൾ 2 തവണയെ ആ ഉത്തരം ശരിയാവും. 8 തവണയും അയാൾ പരാജയപ്പെടുകയാണ് പതിവ്. പക്ഷേ അയാളുടെ മട്ടും ഭാവമൊന്നും അങ്ങനെയൊന്നുമല്ല. അയാള് വലിയ സംഭവമാണെന്നാണ് അയാൾ ധരിക്കുന്നത്. മീശ വളരെ വ്യക്തമായി ആ മാസ്റ്റർ ഫാരഡേ പഠിച്ചിട്ട് പറയുന്നതാണ്. 10-ൽ 8 തവണയും തെറ്റുന്ന ഒരാള് ശരിക്കും മാസ്റ്റർ ആയിരുന്നു. മാർക്ക് എടുത്ത ചോദ്യം ചോദിച്ചതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
എനിക്ക് പോലും 30% കറക്റ്റ് ആവും. അയാൾക്ക് ആകെ 20% കറക്റ്റായിട്ടാണ് അയാൾ വലിയ ആളാവുന്നത്. 20% കറക്റ്റ് ആവുന്ന ആ മാസ്റ്റർ ഫാരഡേക്കാൾ നന്നായിട്ട് ഗണിക്കാൻ അറിയാവുന്ന ആളാണ് മീശ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? മീശയ്ക്ക് 100-ൽ 70 തെറ്റിയാലും 30 ശരിയാവുന്നതാണ്. മീശ, നിങ്ങൾക്ക് അങ്ങനെ ഗണിക്കാൻ അറിയാവൂ? മാർക്ക്, എന്ത് ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഈ ആർക്കിയോളജി പഠിച്ചത് വെറുതെ ആണെന്നാണോ കരുതിയിരിക്കുന്നത്? നിധികൾ എവിടെയുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പിന്നെ അറിയുക? അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് മാസ്റ്റർ ഫാരഡ് നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. മാസ്റ്റർ ഫാരഡ് നിൽക്കുന്ന ഭാഗത്തേക്ക് മാർക്കും ഷീയും മീശയും കൂടി നടന്നു വരുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരാൾ ഉറക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഒരാൾ അത് പറഞ്ഞതും വേറെ ആളുകളൊക്കെ ആ വാർത്ത ആവർത്തിച്ചു. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഒരു പർപ്പിൾ ഡ്രസ്സുകാരന് ഉറക്കെ പറഞ്ഞു, മാർക്ക്, നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ല. ആ പർപ്പിൾ ഡ്രസ്സുകാരി അങ്ങനെ പറഞ്ഞതും മാർക്ക് ഉറക്കെ ചോദിച്ചു, നിങ്ങളല്ലല്ലോ അത് പറയേണ്ടത്, അത് മിസ്റ്റർ ഫാരഡേയല്ലേ പറയേണ്ടത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാസ്റ്റർ ഫാരഡേ എന്ന ആ വ്യക്തി ഉറക്കെ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊന്നില്ല. നിങ്ങൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ എതിരാളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി സഹകരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണ്ട. മാർക്ക് ഫെല്ലറെ നോക്കി ഗ്രാനി ക്വിന്നും ഉറക്കെ പറഞ്ഞു, മാർക്ക്, ഈ ചെടി ഉയർന്നു വരുന്ന സ്ഥലം ഗണിച്ചറിയാൻ ഇദ്ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ. പെട്ടു അല്ലേ? എന്തായാലും ശരി, നീ അവിടെ എങ്ങനെ ഇരിക്കും, ഞങ്ങൾ ആ ചെടിയൊന്ന് കണ്ടുപിടിക്കട്ടെ. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ മാർക്കും ഷീയും മീശയും തിരിച്ച് നടന്ന് അല്പം ദൂരെ മാറി നിന്നു. മീശ, നമ്മളിനി എന്ത് ചെയ്യും? മാർക്ക് അങ്ങനെ ചോദിച്ചതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾക്ക് 20% കറക്റ്റായി ഗണിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് 30% ഗണിക്കാൻ പറ്റുമെന്ന്. ഞാനുണ്ടല്ലോ കൂടെ, നമുക്ക് നോക്കാം. അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല മീശ, സത്യത്തിൽ ഇതെങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുന്നത്? മാർക്ക്, അതിന് ഒരു മാർഗമുണ്ട്. ശരിക്കും അതൊരു കഴിവാണ്, ഒരു ടാലന്റ് കൂടിയാണത്. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയാണത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സകല ഊർജ സോഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ പറ്റും. ആ ഊർജ സോഴ്സിൽ നിന്ന് ശരിക്കും നമുക്ക് പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. മീശ പറഞ്ഞ ആ വാചകത്തിലെ പാത്ത് എന്ന പദം കേട്ടതും മാർക്കിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. മാർക്ക് ഫെല്ലർ 3 തവണ ഈ പാത്തിന്റെ പുറകെ പോയി അത് വിജയകരമായി കണ്ടുപിടിച്ച ആളാണ്. ഒന്നാമത്തെ തവണ മാർക്ക് ഹോങ്ങി സെക്ഷന്റെ ആ മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിക്കാനാണ് ആ പാത്തിനെ ഫോളോ ചെയ്തത്. രണ്ടാമത് മാർക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ അക്കാഡമിക്ക് അകത്ത് വെച്ച് ആ സ്ക്വയറിൽ നിന്ന് പാത്തിനെ ഫോളോ ചെയ്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിനെ അടുത്ത് വരെ എത്തി. മൂന്നാമത്തെ തവണ കാൻ സിറ്റിയിൽ ആ സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷൻ എന്ന ഗിൽമൂൺ വില്ലയ്ക്കകത്തുള്ള ആ സ്പിരിച്വൽ സ്പ്രിങ്ങിലുള്ള ആ സ്പിരിച്വലോജി ഫോളോ ചെയ്ത് പാത്ത് കണ്ടുപിടിച്ച് മാർക്ക് ഒരു മലയുടെ മുകളിൽ കൂടെ കയറി ഒരു ചെറിയ ഉറവയുടെ ഭാഗത്തെത്തി. ശരിക്കും അതിന് അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ട് എന്ന ഒരു നിഗമനത്തിൽ മാർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 സന്ദർഭത്തിലും മാർക്ക് ഒരു നേർത്ത പാതയെ പിന്തുടരുകയായിരുന്നു. പാത്ത് എന്ന പദം മീശ പറഞ്ഞപ്പോൾ ഈ 3 സന്ദർഭങ്ങളും പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ പാത്ത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. അനവധി പാത്തുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഈ ഡിവൈൻ ഹെബ്സ് ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്തേക്ക് നയിക്കുന്ന പാത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തിയാൽ പറ്റും. പക്ഷെ അത്രയും പാടാണ്. വർഷങ്ങളുടെ ശ്രമം ആ മേഖലയിൽ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ആ നടത്തുന്നക്ക് വിജയിക്കാൻ പറ്റും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു മാർക്ക്, അത് ജന്മനാ ഉള്ള ഒരു കഴിവും കൂടി ചേർന്നിട്ടാണ്. ജന്മസിദ്ധമായ ഒരു ടാലന്റ് ഉള്ള ആൾക്ക് മാത്രമേ ആ പാത്ത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് മീശ പറയാതെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു അർത്ഥം കൂടിയുണ്ട്. മീശയ്ക്ക് ജന്മനാ തന്നെ ആ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. മീശ പറഞ്ഞത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാനൊന്ന് നോക്കട്ടെ.
മാർക്ക്, നീ എന്ത് നോക്കാനാ? അങ്ങനെ മീശ ചോദിച്ചെങ്കിലും മാർക്ക് ഫെല്ലർ കണ്ണടച്ച മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മനസ്സ് പൂർണ്ണമായി ശാന്തമാക്കി. മാർക്കിന്റെ കൺമുന്നിൽ ഇപ്പോ കൂരിരുട്ടാണ്, കംപ്ലീറ്റ് കറുപ്പ്. അത് മാത്രമാണ് മാർക്ക് കാണുന്നത്. ആ കറുത്ത പ്രതലത്തിനകത്ത് നിന്ന് മാർക്ക് ഊർജ സോഴ്സുകൾ കണ്ടുപിടിക്കണം. കണ്ണ് അടച്ചു പിടിച്ചിരിക്കുന്ന മാർക്ക് ഫെല്ലർ അവന്റെ ശ്രദ്ധ പൂർണ്ണമായും ചുറ്റുമുള്ള ഊർജത്തിലേക്ക് അങ്ങനെ കൊടുക്കുകയാണ്. മാർക്ക് ഒരു 7-8 മിനിറ്റ് അങ്ങനെ നിന്നപ്പോൾ പതുക്കെ മാർക്കിന്റെ കൺമുന്നിൽ പ്രകാശ രശ്മികൾ തെളിഞ്ഞ് വന്നു തുടങ്ങി. അനവധി ശൈലിയിലുള്ള ഊർജം നമുക്ക് ചുറ്റുമുണ്ട്. ആ ഊർജം എല്ലാം തന്നെ പാത്തുകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും സംസാരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത് ഊർജ തരംഗമായിട്ടാണ് ചുറ്റും പോകുന്നത്. വാഹനങ്ങൾ ചലിക്കുമ്പോൾ ഊർജ തരംഗം ഉണ്ടാവും. ചെടികൾ അനങ്ങുമ്പോൾ ഊർജ തരംഗം ഉണ്ടാവും. ചന്ദ്രനും സൂര്യനും ഒക്കെ ഊർജ തരംഗങ്ങൾ ഉണ്ടാക്കും. ഭൂമിയുടെ ചലനവും ഊർജ തരംഗം ഉണ്ടാക്കും. സകല ജീവജാലങ്ങളും തരംഗം ഉണ്ടാക്കും. ഊർജം പല ശൈലിയിലും നമുക്ക് ചുറ്റും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ നിന്ന് മാർക്കിന് ആവശ്യമുള്ള ആ ഊർജം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ പ്രശ്നം. മാർക്ക് കണ്ണ് അടച്ചു പിടിച്ച് ആ ഊർജ ലൈനുകളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇഷ്ടംപോലെ മാർക്കിന് ചുറ്റും ആ ഊർജം ഉണ്ടായി വരികയാണ്. ചുറ്റുമുള്ള സകല ജീവജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുമ്പോൾ ആ ആകർഷകൾക്കിടയിൽ ഒരു ലൈൻ ഉണ്ടാകുന്നുണ്ട്. ചെടികൾക്കിടയിലും ലൈൻ ഉണ്ടാകുന്നുണ്ട്. വ്യക്തികൾക്കിടയിലും ലൈൻ ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടംപോലെ ഊർജത്തിന്റെ ആ പ്രസാരണമുണ്ട്. ആ പ്രസാരണത്തിനിടയിലൂടെ മാർക്കിനെ കണ്ടുപിടിക്കേണ്ടത് അന്ന് അവിടെ ഉയർന്നു വരാൻ പോകുന്ന ആ ചെടി ഇപ്പോൾ പുറത്തേക്ക് വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഊർജമാണ്. ആ ഊർജം സ്വാഭാവികമായിട്ടും അത് ഉയർന്നു വരുന്ന ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തേക്കും ചെറിയ അളവിൽ ഇപ്പോഴേ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കണം. വളരെ വളരെ നേർത്ത അളവിലായിരിക്കും ഇപ്പോൾ ആ ഊർജം ഉണ്ടാവുക. ആ നേർത്ത അളവിലുള്ള ഊർജത്തിന്റെ രേഖ കണ്ടുപിടിക്കുക, അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് തനിക്ക് ചുറ്റും കണ്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് എനർജി സോഴ്സുകളിൽ നിന്ന് മാർക്കിന് ആവശ്യമായ ആ എനർജി സോഴ്സ് കണ്ടുപിടിക്കാനായി ഒരു പരിശ്രമം ഇങ്ങനെ നടത്തുകയാണ്. കുറെ നേരം ശ്രമിച്ചിട്ടും മാർക്കിന് ആ ഊർജ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. മാർക്ക് പെട്ടെന്ന് കണ്ണു തുറന്നു. മാർക്ക് കണ്ണു തുറന്ന് കണ്ടതും മീശ മാർക്കിനോട് ചോദിച്ചു, കണ്ണ് അടച്ചു പിടിച്ചതല്ലാതെ ഒന്നും കാണാൻ പറ്റില്ലല്ലേ? അല്ല മീശ, ഞാന് ഒരുപാട് സോഴ്സുകൾ കണ്ടു. മാർക്ക് എന്താ പറഞ്ഞേ? അല്ല മീശ, ഞാൻ ഒരുപാട് ഊർജത്തിന്റെ ലൈനുകൾ കണ്ടു എന്നാ പറഞ്ഞത്. അതിനകത്ത് നിന്ന് ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഏതാണെന്ന് അറിയാൻ പറ്റാത്തത്. മാർക്ക് പറഞ്ഞ വാചകം കേട്ട് മീശ ശരിക്കും വാ പൊളിച്ച് മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മീശ എന്തു പറ്റി? മാർക്ക്, ഇത് അന്യായം തന്നെ. മീശ എന്തായി പറയുന്നത്? മാർക്ക്, ഞാൻ എത്ര വർഷം കൊണ്ടാണ് ഈ കപ്പാസിറ്റി നേടിയെന്ന് മാർക്കിന് അറിയൂ. ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയ കപ്പാസിറ്റി മാർക്കിത മിനിറ്റുകൾ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിന് അന്യായം എന്നല്ലാതെ എന്താ പറയുക? മീശ ശരിക്കും അയാളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുകയാണ്. അത് കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എങ്ങനെയാ ഞാൻ ഈ ഊർജങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് മാത്രം തിരിച്ചറിയും? മാർക്ക്, നീ നിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ഉപയോഗിക്കും. മീശ അത് പറഞ്ഞതും മാർക്ക് വീണ്ടും കണ്ണടച്ചു. മാർക്കിനെ ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചുറ്റുമുള്ള ഊർജം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഊർജ സോഴ്സുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമേ അല്ല. സകല വസ്തുക്കൾക്കും, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനും ഊർജമുണ്ട്. ആ വസ്തുക്കൾ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഊർജം തിരിച്ചറിയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അൺബിലീവബിൾ എബിലിറ്റിയാണ്. മാർക്ക് ഫെല്ലർക്ക് ഇപ്പോൾ ആ എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി ഉള്ള മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അതിനെ ഒന്ന് സിന്തസിസ് ചെയ്യാനുള്ള ശ്രമമാണ് തുടർന്ന് നടത്തിയത്. മാർക്ക് തനിക്ക് ചുറ്റും കാണുന്ന ആ മുഴുവൻ ഊർജത്തെയും മാർക്കിന്റെ ഡിവൈൻ സെൻസുമായി ഒന്ന് കണക്ട് ചെയ്തു. ശരിക്കും മാർക്ക് ആ നിമിഷത്തിൽ ഒരു അരിപ്പ ഉപയോഗിക്കുകയാണെന്ന് പറയാം. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ചുറ്റുമുള്ള ഊർജ സോഴ്സുകൾ മുഴുവൻ മാർക്കിനെ അരിച്ചു തുടങ്ങി. അതിവേഗതയിലാണ് ആ അരിപ്പ് നടന്നത്. മാർക്കിന് ആവശ്യമില്ലാത്ത ഊർജ സോഴ്സുകൾ ഒന്നൊന്നായി മാർക്കിനെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ച് മാർക്ക് ഒരു ഊർജ സോഴ്സിലെത്തി. മാർക്ക് ആ ഊർജ സോഴ്സിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
മാർക്കിന് ആ ഹോങ്ങി സെക്ഷനിലേക്ക് പോയപ്പോൾ അനുഭവപ്പെട്ട അതേ ശൈലിയിലുള്ള ഒരു പാത്ത് അവിടെ അനുഭവപ്പെടുകയാണ്. മാർക്ക് നേരത്തെ ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ അക്കാഡമിക്ക് അകത്ത് വെച്ചും അതേ പാത്ത് കണ്ടതാണ്. ഇതാ അതുപോലെ വളരെ വ്യക്തമായ നേർത്ത ലൈനുകൾ കൊണ്ട് തീർക്കപ്പെട്ട ഒരു പാത മാർക്കിന് കൃത്യമായി കാണാം. മാർക്ക് ആ പാത ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അത് ഏത് ദിക്കിലാണെന്നാണ് മാർക്ക് തുടർന്ന് നോക്കിയത്. ആ ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രം മാർക്ക് നിൽക്കുന്നിടത്തുനിന്ന് തെക്ക് കിഴക്കാണ്. ഏകദേശം 30 മിനിറ്റ് സമയം കൊണ്ടാണ് മാർക്ക് ഈ അനാലിസിസ് നടത്തിയത്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായതും മാർക്ക് കണ്ണു തുറന്നു. മാർക്ക് കണ്ണു തുറന്നപ്പോ മാർക്ക് കാണുന്നത് കണ്ണു തുറക്കുന്ന മീശയാണ്. മീശയും ഇത്രയും നേരം കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു. മീശയും ആ വെന്യൂ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു. മീശ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ സ്ഥാനം കണ്ടോ? മീശ, ഞാൻ കണ്ടു, അത് ഈ സൗത്ത് ഈസ്റ്റിലാണ്, തെക്ക് കിഴക്കായിട്ടാണ് മാർക്ക് ലക്ഷ്യം കണ്ടതെന്ന് കേട്ടതും മീശ അമ്പരപ്പോടെ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് മാർക്കിന്റെ ഷോൾഡറിൽ അടിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് അന്യായം തന്നെ, ഉറപ്പായിട്ട് അന്യായം തന്നെ. മീശ, എന്തു പറ്റി? മാർക്ക്, നീ കണ്ടത് ശരിയായ കാഴ്ചയാണ്. ഞാൻ എത്രയോ കാലങ്ങളായി ഈ ശൈലിയിൽ അനാലിസിസ് നടത്തുന്ന ആളാണ്. ഞാൻ കണ്ടതും അതേ സ്ഥലമാണ്, തെക്ക് കിഴക്കായിട്ടായിരിക്കും ആ ചെടി ഭൂമിയിൽ നിന്ന് പൊങ്ങി വരിക. അങ്ങനെ പറഞ്ഞ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ എബിലിറ്റി സത്യത്തിൽ എന്നെ വല്ലാതെ അമ്പരപ്പിക്കുകയും അതിശയിപ്പിക്കുകയും അസൂയപ്പെടുത്തുകയും ചെയ്യുകയാണ്. മാർക്ക്, ഇതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ടാലന്റാണ്. സാധാരണഗതിയിൽ ഒരാൾക്കും ഇത്ര വേഗത്തിൽ ഒരു ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. മാർക്കും മീശയും സംസാരിക്കുന്ന ആ പ്ലേസിന് ചുറ്റും കോടാനക്കോടി ഊർജ കേന്ദ്രങ്ങളുണ്ട്. ചുറ്റുമുള്ള എല്ലാ സംഭവങ്ങളും ഊർജം ഉത്പാദിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ലക്ഷ്യസ്ഥാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. ചുറ്റുമുള്ള എല്ലാ ഊർജ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഊർജം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ തന്നെ നടക്കുന്ന കാര്യമല്ല. മാർക്ക് ഫെല്ലർ അതാണ് ഇവിടെ അച്ചീവ് ചെയ്തിരിക്കുന്നത്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഇതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നല്ലേ, ഇതൊന്നും വലിയ കഴിവായി ഞാൻ കരുതുന്നില്ല. മാർക്ക്, എനിവേ, നീ ഇത് കീപ്പ് ചെയ്. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ കുറച്ച് മാറി ഗ്രാനി ക്വിന്നും ടീമും നിൽക്കുന്ന സ്ഥലത്ത് വല്ലാത്തൊരു ബഹളം കേൾക്കുകയാണ്. അവിടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്ന ആ മാസ്റ്റർ ഫാരഡെ കണ്ണു തുറന്ന സമയത്താണ് ആ ബഹളം ഉണ്ടായത്. സകല ആളുകളും ആ മനുഷ്യ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. അയാളോട് അവർ ഓരോരുത്തരും ചോദിക്കുകയാണ്, ഏയ് മാസ്റ്റർ, കണ്ടുപിടിച്ചോ? അത് കേട്ടതും മാസ്റ്റർ ഫാരഡെ അവരെയൊക്കെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഞാൻ കണ്ടുപിടിച്ചു. മാസ്റ്റർ, എവിടെയാണത്? ഇവിടുന്ന് കിഴക്കോട്ട് പോയാൽ ആ ചെടി ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കിഴക്ക് ഭാഗത്താണ് അയാൾ ആ ഊർജ സോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയായിരിക്കും ആ അപൂർവങ്ങളിൽ അപൂർവമായ ആ ചെടി ഉയർന്നു വരാൻ പോകുന്നത്. അത് കേട്ടതും ഗ്രാനി ക്വിൻ ഒന്ന് ചിരിച്ചിട്ട് നടന്ന് മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലറും മീശയും അതുപോലെ ഷീയും ഏകദേശം അവരിൽ നിന്ന് ഒരു 100-150 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വന്ന ഗ്രാനി ക്വിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, നിനക്ക് അങ്ങോട്ട് വരാനുള്ള അനുവാദമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാനി ക്വിൻ നടന്നു തുടങ്ങിയപ്പോൾ മാർക്ക് എന്തോ പറയാൻ ശ്രമിച്ചതാണ്. പെട്ടെന്ന് മാർക്കിന്റെ കയ്യിൽ മീശ കയറി പിടിച്ചു. മാർക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ കിഴക്കോട്ട് വരുന്നില്ല എന്ന് പറയാനാണ് പോകുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാകാം മീശ മാർക്കിന്റെ കൈ പിടിച്ചത്. മീശ മാർക്കിന്റെ കയ്യിൽ ഒന്ന് മുറുക്കി പിടിച്ചപ്പോൾ മാർക്കിന് കാര്യം മനസ്സിലായി. മാർക്ക് ഗ്രാനി ക്വിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഗ്രാനി ക്വിൻ മാർക്കിനെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മാസ്റ്റർ ഫാരഡെ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും ആ ടീം പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. മാസ്റ്റർ ഫാരഡയ്ക്കൊപ്പം മുന്നിലുള്ളത് ഗ്രാനി ക്വിനും അവരുടെ ആ എട്ടംഗ പർപ്പിൾ ടീമുമാണ്. അവർക്ക് പുറകിലായി വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്ന മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. സകല മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാം, മുന്നേ പോകുന്ന ഗ്രാനി ക്വിനും ആ പർപ്പിൾ ഡ്രസ്സുകാരും ആ ചെടി കരസ്ഥമാക്കാൻ സർവ്വസാധ്യതയുണ്ട്. അവരോട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്നും അറിയാം. എന്നാലും
ആ കാഴ്ച കാണുകയെങ്കിലും ചെയ്യാലോ. 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ചെടി ഉദയം കൊണ്ടത്. അതിനുശേഷം അത് മണ്ണിനടിയിൽ അങ്ങനെ സുഷുപ്തിയിലാണ്. ആ ഉറക്കം അവസാനിപ്പിച്ച് ആ ചെടി ഇതാ പൊങ്ങി വരാൻ പോവുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ആ ചെടിയുടെ ഉദയം ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ കാഴ്ച മിസ്സാകാതിരിക്കാൻ അവരെല്ലാവരും ഗ്രാനി ക്വിനെ ഫോളോ ചെയ്തു. ആ ടീം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മീശ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാം. ഗ്രാനി ക്വിനും ടീമും അവിടുന്ന് കിഴക്ക് ദിശ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലറും ഷിയാവുവും മീശയും സൗത്ത് ഈസ്റ്റ് ലക്ഷ്യമാക്കിയാണ് നടക്കേണ്ടത്. അവരങ്ങനെ നടന്നു തുടങ്ങിയപ്പോഴാണ് അനവധി വാഹനങ്ങൾ അവിടേക്ക് വരുന്ന ശബ്ദം അവർ കേട്ടത്. ഏറ്റവും മുന്നിൽ ഒരു റോൾസ് റോയ്സ് ആണ്. അതിനൊപ്പമുള്ള വാഹനങ്ങളും ആ റോൾസ് റോയ്സും മാർക്ക് ഫെല്ലർക്കും മീശയ്ക്ക് സമീപം എത്തിയതും അതിൽ നിന്ന് ഉറക്കെ ചാങ്മോ വിളിച്ചു ചോദിക്കുകയാണ്, മാർക്ക്, ഞാൻ ലേറ്റായില്ലല്ലോ? ഇല്ല, കറക്റ്റ് സമയത്താണ് എത്തിയത്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ വാഹനങ്ങൾ വന്ന ആളുകളൊക്കെ അവിടെ ഇറങ്ങി. ഈ കാഴ്ച കിഴക്ക് ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാനി ക്വിനും അവർക്കൊപ്പമുള്ള ആളുകളെ കണ്ടിരുന്നു. മാർക്കിനെ സപ്പോർട്ട് ചെയ്യാനായി അനവധി ആളുകൾ എത്തിയിരിക്കുകയാണ്. ഈ കാഴ്ചയ്ക്ക് വേറെയും ചില കാഴ്ചക്കാരുണ്ട്. അത് ബ്രദർ ഷാനും അതുപോലെ ആൻസിസ്റ്റർ ഗുവാനുമാണ്. നേരത്തെ ഗ്രാനി ക്വിനുമായി മാർക്ക് ഫെല്ലർ ഒന്ന് ഉടക്കുന്നത് കണ്ടപ്പോൾ സംഭവം കുളമാകുമെന്ന് അവന്മാർ വിചാരിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ആ വിഷയങ്ങളൊന്ന് സെറ്റിലായി. അതിനുശേഷമാണ് വീണ്ടും പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ആ മാസ്റ്റർ ഫാരഡേയുമായി ബന്ധിപ്പിച്ചാണ്. മാസ്റ്റർ ഫാരഡേ കണ്ടെത്തിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മാർക്കിനും കൂട്ടർക്കും പോകാൻ പറ്റില്ല. ആ കാര്യം ഉറപ്പായതും ആൻസിസ് ഗുവാനും അതുപോലെ ബ്രദർ ഷാനും പരസ്പരം പറയുകയും ചെയ്തു, ഇനി ഈ മാർക്കിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. അവൻ വിചാരിച്ചാൽ ആ 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് പിടിച്ചെടുക്കാൻ പറ്റില്ല. അവനിപ്പോൾ ആ ചെടി പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് പോകാനുള്ള അനുവാദം പോലുമില്ല. അങ്ങനെ ഗുവാനും ഷാനും സംസാരിക്കുമ്പോഴാണ് ഒരു കൂട്ടം വാഹനങ്ങളിൽ ചാങ് മോയും സംഘവും എത്തുന്നത്. അത് കണ്ടപ്പോൾ ബ്രദർ ഷാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇവനെങ്ങനെയാ ഈ ടാങ് കുടുംബവുമായി ബന്ധമുണ്ടാക്കിയത്? അവര് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും ടാങ് മോയും അടങ്ങിയ സംഘം ആ തെക്ക് കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ ടാങ് മോ മാർക്കിനോട് ചോദിക്കുകയും ചെയ്തു, മാർക്ക്, ശരിയായ ദിശയിൽ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്? യങ് മാസ്റ്റർ ടാങ്, ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ശരിയാണ്. അങ്ങനെ മാർക്ക് ആത്മവിശ്വാസത്തോട് പറഞ്ഞതും ടാങ് മോ പിന്നീടൊന്നും ചോദിച്ചില്ല. ആ ടീം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രാനി ക്വിനും ടീമും കിഴക്ക് ദിശ ലക്ഷ്യമാക്കി നടക്കുന്നത്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ കിഴക്കുന്ന് തെക്കോട്ട് മാറിയ നടക്കുന്നത്. ഗ്രാനി ക്വിനും ടീമും ഏകദേശം ഒരു മണിക്കൂർ നടന്നപ്പോൾ അതിമനോഹരമായ ഒരു കാടിന് സമീപമെത്തി. ശരിക്കും അവിടെ മുതൽ വനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ വനത്തിൻ്റെ ഭംഗി അവിടേക്ക് വന്ന മുഴുവൻ ആളുകളെയും ഒരു നിമിഷം ഒന്ന് സ്തംഭിപ്പിച്ചു എന്ന് പറയാം. ശരിക്കും പൂക്കൾ ഒരുപാട് പൂത്തുലഞ്ഞു കിടക്കുന്ന ഒരു വനഭൂമിയിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. പൂക്കളുള്ള ധാരാളം മരങ്ങൾ, അത് തന്നെ രസകരമായൊരു കാഴ്ചയാണ്. സാധാരണ വസന്തകാലത്ത് മരങ്ങൾ അങ്ങനെ പൂത്തുലഞ്ഞു കിടക്കാറുണ്ട്. ഇവിടെ ഇതാ ഈ റെയിൻ ഫോറസ്റ്റിൽ എല്ലായ്പ്പോഴും പൂക്കൾ തന്നെ. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ മാസ്റ്റർ ഫാരഡേ അവരോട് പറഞ്ഞു, ഇതാണ് സ്ഥലം. ആ വനത്തിൻ്റെ അതിർത്തിയിലെത്തിയതും മാസ്റ്റർ ഫാരഡേ ആ സ്ഥലം അവിടെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതും ആ ടീം ഒന്നടങ്കം അവിടെ തമ്പടിച്ചു. ഗ്രാനി ക്വിന് മറ്റാരെക്കാളും നന്നായി മാർക്ക് ഫെല്ലറെ മനസ്സിലാവും. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനവധി മാർഷൽ ആർട്ടിസ്റ്റുകളെ കാണുകയും പരിചയപ്പെടുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ആളാണ്. അവർ ഇതുവരെ കണ്ടിട്ടുള്ള ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ മാർക്ക് ഫെല്ലർ. അവന് ഒരു അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ തോന്നിയത് ഗ്രാനി ക്വിൻ അവിടെ കൂട്ടത്തിലുള്ള ഒരു പർപ്പിൾ ഡ്രസ്സുകാരനോട് പറഞ്ഞു, ഏയ്, നീ പോയിട്ട് ആ മാർക്ക് ഫെല്ലറും ടീമും എന്ത് ചെയ്യണം നോക്ക്. മാസ്റ്റർ ഫാരഡേ പറഞ്ഞതനുസരിച്ചാണ് അവർ കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കി വന്നത്. അതേ സമയത്ത് മാർക്ക് ഫെല്ലറും ടീമും തെക്ക് കിഴക്കായി നടക്കുന്നത് അവർ കണ്ടതുമാണ്. എന്തിനാ അവരങ്ങനെ നടക്കുന്നത്? അവർ ഉദ്യമം ഉപേക്ഷിച്ച് നടക്കുന്നതാണോ? ഇനി അഥവാ അവർ പോയ ഭാഗത്താണോ യഥാർത്ഥത്തിൽ ആ 10,000 ഇയർ ഓൾഡ് ഹെർബ്സ്
ഉദിച്ചു വരുന്നത്? ആ സംശയം ഉള്ളത് കൊണ്ടാണ് ഗ്രാനി ക്വീൻ ആ പർപ്പിൾ വസ്ത്രധാരിയെ അങ്ങോട്ടേക്ക് അയച്ചത്. മാർക്ക് ഫെല്ലറും ടീമും ഈ സമയത്ത് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവര് നടന്ന് അധികം മരങ്ങളൊന്നുമില്ലാത്ത ലേശം വരണ്ട് കിടക്കുന്ന ഒരു പുൽമേടിന് സമീപമെത്തി. ശരിക്കും ആ പുൽമേട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഒരു സ്ഥലം അവിടെ നിന്നേ കാണാം. അത് ഒരു മുളങ്കാടാണ്. ആ മുളങ്കാടിന് അപ്പുറത്തായി കുറെ കഴിഞ്ഞിട്ട് മരങ്ങളുടേതായ ഒരു മല നിൽക്കുന്നതും കാണാം. ഓരോ മലയിലും ഓരോ ഇനത്തിലുള്ള ചെടികളാണ് അവിടെ കാണുന്നത്. ആ പുൽമേട് ഏതാണ്ട് വരണ്ട് കിടക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് മീശയും മാർക്കും കൂടി എത്തിയത്. അവിടെ എത്തിയതും മീശയും മാർക്കും ഒരുമിച്ച് നിൽക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ അവരുടെ ഡിവൈൻ പാത്തിനെ ഫോളോ ചെയ്താണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവരുടെ ആ പാത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അവസാനിച്ചു. അതുകൊണ്ടാണ് രണ്ടുപേരും നിന്നത്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാർക്ക്, ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അങ്ങനെ മാർക്കും മീശയും പരസ്പരം പറഞ്ഞതും ടാങ് മോയും കൂടുതലുള്ള ആളുകളൊക്കെ ചുറ്റും ഒന്ന് നോക്കി പോവുകയാണ്. തികച്ചും വരണ്ട് കിടക്കുന്ന ഒരു പുൽമേട് വരണ്ട് കിടക്കുകയാണെങ്കിലും നല്ല കട്ടിക്ക് പുല്ല് അവിടെ അപ്പോഴും ഉണ്ട്. അതിൻ്റെ നിറം മഞ്ഞയിലേക്ക് മാറിയെന്ന് മാത്രം. അത് മാത്രമാണ് അവിടുത്തെ പ്രത്യേകത. അതിനും അപ്പുറത്ത് മുളങ്കാടുണ്ട്. മുളങ്കാടിന് പുറകിലായി വൻ മരങ്ങളുടെ ഒരു മലയുമുണ്ട്. ഇത്രയും കാഴ്ചകൾ അവിടെ നിന്ന് വിസിബിളാണ്. എന്നാൽ അവിടെ നിന്ന് ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ മലയുടെ കിഴക്ക് വശമാണ്. അവിടേക്ക് ഇഷ്ടംപോലെ പച്ച നിറത്തിലുള്ള മരങ്ങൾ കാണാം. ആ ഭാഗം അങ്ങനെ സ്കാൻ ചെയ്ത് ഇടത്തോട്ട് പോകുന്തോറും പൂക്കൾ ഒരുപാട് നിൽക്കുന്നത് കാണാം. ഒരു വലിയ വ്യത്യാസമുള്ള ഭൂപ്രകൃതി ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കുള്ള ആ സ്കാനിങ്ങിൽ നമുക്ക് കാണാം. ഏറ്റവും ലെഫ്റ്റിൽ വരുമ്പോൾ നന്നായി പൂക്കളുണ്ട്. ഏറ്റവും റൈറ്റിൽ വരുമ്പോൾ അത് ഏതാണ്ട് ഉണങ്ങിക്കിടക്കുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് അവിടേക്ക് നോക്കുന്ന ആരും ഒന്ന് ആലോചിച്ചു പോകും. അതുകൊണ്ട് തന്നെ ടാങ് മോയ്ക്കും ഒരു സംശയം, മാർക്ക്, നമുക്ക് തെറ്റിയില്ലല്ലോ അല്ലേ? തെറ്റിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ആ ടീം അവിടെ ഇങ്ങനെ ഇരുന്നു. മാർക്ക് ടാങ് മോയോട് പറഞ്ഞു, ടാങ് മോ, ചുറ്റുപാടും ഒരു ശ്രദ്ധ വേണം. അത് കേട്ടതും ടാങ് മോ അയാളുടെ കൂടെയുള്ള ആ 20 മാർക്കിസ്റ്റുകൾക്കും ആ എൻ്റർ ഏരിയയും ഒന്ന് കവർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ 20 ടീം മാർക്കും ടാങ് മോയും മീശയും ഷിയാവോ ഇരിക്കുന്ന ആ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 30 മീറ്റർ മാറി ഒരു വൃത്താകൃതിയിൽ ഒരു വലയമുണ്ടാക്കി അങ്ങനെ നിന്നു തുടങ്ങി. ശരിക്കും ഓവൽ ഷേപ്പിൽ അവർ നിൽക്കുകയാണെന്ന് പറയാം. അവിടെ മുന്നിലുള്ള പുൽമേട് ആ സമയത്ത് അവർ കവർ ചെയ്തിട്ടില്ല. ആ പുൽമേട് അങ്ങനെ അങ്ങ് പരന്ന് കിടക്കുകയാണ്. നല്ല പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല് വെയിലടിച്ചിട്ടാകണം ഏതാണ്ട് മഞ്ഞ നിറത്തിലായി കിടക്കുകയാണ്. മാർക്ക് ഫെല്ലറും ടീമും അവിടെ ഇരിക്കുമ്പോഴാണ് ഗ്രാനി ക്വീൻ അയച്ച ആ പർപ്പിൾ വേഷധാരി അങ്ങോട്ട് പതുക്കെ വരുന്നത്. മാർക്കും മീശയും പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു. അവർ രണ്ടുപേർക്കും അതിശക്തമായ ഡിവൈൻ സെൻസ് ഉണ്ട്. ആ ഡിവൈൻ സെൻസ് വഴി അവരുടെ അടുത്തേക്ക് ഒരു എനർജി സോഴ്സ് വരികയാണെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർ രണ്ടുപേരും ദൂരെന്ന് ഒരു പർപ്പിൾ വേഷധാരി വരുന്നത് വ്യക്തമായും തിരിച്ചറിഞ്ഞു. അയാളുടെ രൂപം അറിഞ്ഞില്ലെങ്കിലും അതിശക്തനായ ഒരാളാണ് ആ ഭാഗത്തേക്ക് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങോട്ട് വരുന്നത് ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണ്. മാർക്ക് ഫെല്ലറും അതുപോലെ മീശയും അക്കാര്യം ഉറപ്പിച്ച് പറയുമ്പോഴാണ് മാർക്കിന്റെ കണ്ണുകൾ ഷിയാവോയിൽ പതിയുന്നത്. ഷിയ മാർക്കിനെ നോക്കി പറഞ്ഞു, അതെ അതെ, അതൊരു പീക്ക് ലെവൽ മാർക്വിസ് ആണ്. ഷിയ, നിനക്കതങ്ങനെ മനസ്സിലായി? നിന്റെ ഡിവൈൻ സെൻസ് ആ ശൈലിയിൽ ഡെവലപ്പായോ? മാർക്ക്, ഞാൻ മാർക്വിസ് ആയത് മുതൽ എൻ്റെ ഡിവൈൻ സെൻസ് ശരിക്കും ഡെവലപ്പായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഏരിയ ഇപ്പൊ കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. മാർക്ക് ഫെല്ലറേക്കാളും മീശയെക്കാളും ശക്തമായ ഡിവൈൻ സെൻസ് ഇപ്പോ ഷിയാവോയിൽ രൂപപ്പെട്ടിരിക്കുകയാണെന്നാണ് ഷിയാവോ പറയാതെ പറയുന്നത്. ഷിയാവോന്റെ ആ കപ്പാസിറ്റി ശരിക്കും മാർക്കിനെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, ഇത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ മീശയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. മീശ മാർക്കിനെ ഷിയ കാണാതെ ഒന്ന് നോക്കി. മാർക്കിന്റെയും മീശയുടെയും കണ്ണുകൾ തമ്മിൽ ഇടുകയും ചെയ്തു. മീശ പല ആവർത്തി മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്, ഷിയാവോ ഒരു നാൾ അതിശക്തിയായി മാറുമെന്നും അതിന്റെ ലക്ഷണങ്ങളാണ് ഒന്നൊന്നായി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ആ പർപ്പിൾ വേഷധാരി കുറച്ച് ദൂരെയായി ഒരു മരത്തിന്റെ പുറകിലോട്ട് വന്ന് ഒളിച്ചു. അയാൾ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് അറിയാനാ വന്നത്. അവിടെ എത്തിയ അയാൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുമില്ല.
ആ ഭാഗം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്ത ആ പർപ്പിൾ വേഷധാരി അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അയാൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഗ്രാനിക്വിൻ്റെ അടുത്ത് മടങ്ങിയെത്തിയത്. ഗ്രാനിക്വിൻ അവിടെ ഒന്നുമില്ല. ശരിക്കും ഉണങ്ങിക്കിടക്കുന്ന ഒരു പുൽമേടിനടുത്ത് അവരിയ്ക്കുന്നത്. അവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഒരു അത്ഭുതവും അവിടെ സംഭവിക്കത്തില്ല. ആ പർപ്പിൾ വേഷധാരി അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഗ്രാനിക്വിന് ഒരു ആശ്വാസം ഉണ്ടായത്. ഗ്രാനിക്വിൻ്റെ മുഖത്ത് ആ സന്തോഷമുണ്ടായ അതേ നിമിഷത്തിൽ ആ കാടിനകത്ത് നിന്ന് ശക്തമായൊരു പ്രകാശം ആകാശത്തേക്ക് പതുക്കെ പടർന്നുയർന്നു. താഴ്ന്ന് ഒരു റോക്കറ്റ് മുകളിലേക്ക് വിക്ഷേപിച്ചതുപോലെ ഒരു പ്രകാശം മുകളിലേക്ക് പോവുകയാണ്. ഇനി അഥവാ മുകളിൽ നിന്ന് താഴേക്ക് ആ പ്രകാശം വന്നതാണോ എന്നും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. കാടിനുള്ളിലാണ്, പക്ഷെ അകത്തും മുകളിലുമായി ഒരു പ്രകാശം അവർ കണ്ടു. ഈ പ്രകാശം സ്വാഭാവികമായും സൗത്ത് ഈസ്റ്റിലുള്ള മാർക്ക് ഫെല്ലറും ടീമും കാണുന്നുണ്ട്. അവരും അമ്പരപ്പോടെ ആ കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കിഴക്ക് ഭാഗത്തെ ആകാശത്ത് ചില മാറ്റങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങി. മനോഹരങ്ങളായ മേഘങ്ങൾ ആ ഭാഗത്തേക്ക് ഒഴുകി നീങ്ങുന്നത് മാർക്കിനും കൂട്ടർക്കും കാണാം. ആ മേഘങ്ങൾ തങ്ങളിരിക്കുന്ന ഭാഗത്ത് എത്തിയപ്പോൾ ഗ്രാനിക്വിനും കൂട്ടരും അമ്പരപ്പോടെ ആ മേഘങ്ങളിലേക്ക് നോക്കിയാണ്. പെട്ടെന്നാണ് ഇടി വെട്ടി തുടങ്ങിയത്. ആ ഇടി വെട്ടുന്നതിനൊപ്പം ശക്തമായ മിന്നലും താഴേക്ക് പതിച്ചു തുടങ്ങി. ഒരു ദൈവികമായ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ സൂചനയാണ് ആ മേഘങ്ങളുടെ പ്രത്യക്ഷപ്പെടലും അപ്രതീക്ഷിതമായി ഇടിമിന്നൽ ഉണ്ടാകുന്നത്. ഇഷ്ടംപോലെ പ്രകാശം ആ വനത്തിനകത്തേക്ക് തലങ്ങും വിലങ്ങും വീഴുമ്പോൾ മാസ്റ്റർ ഫാരഡെ ഗ്രാനിക്വിനോട് പറഞ്ഞു, ഗ്രാനിക്വിൻ, ഞാൻ പറഞ്ഞ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. മാസ്റ്റർ ഫാരഡെ അത് പറഞ്ഞതും ഗ്രാനിക്വിനും കൂടെയുള്ള പർപ്പിൾ വേഷധാരികളിൽ ചാടി എണീറ്റു. ഏയ് മാസ്റ്റർ ഫാരഡെ, ഈ വനത്തിനുള്ളിലാണോ ആ ചെടി ഉദിച്ചു വീരാൻ പോകുന്നത്? അതേ ഗ്രാനിക്വിൻ, ഈ വനത്തിനുള്ളിലാണ് അത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്ന സ്ഥലം നമുക്ക് ആ മിന്നൽ കാണിച്ചു തന്നതാണ്. അത് കേട്ടതും ഗ്രാനിക്വിനും കൂട്ടരും മുന്നോട്ട് കുതിക്കുകയാണ്. ആ സമയത്ത് ആ സംഘത്തോടൊപ്പം കുറച്ച് പുറകിലായി ഉണ്ടായിരുന്ന മറ്റാളുകളും മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. അത് കണ്ടതും ഗ്രാനിക്വിൻ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇവിടെ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി വരാൻ പോകുന്ന ആ ചെടി, ആ 10,000 year old ഹൗസ് ഞങ്ങൾക്ക് സ്വന്തമാണ്, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. അങ്ങനെ ഗ്രാനിക്വിൻ പറയുമ്പോൾ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും അവരൊക്കെ ശക്തരാണ്, പക്ഷേ ജിങ്ദു മാർഷൽ ആർട്സിൻ്റെ ആ പർപ്പിൾ വേഷധാരികളാണ് പ്രശ്നം. ആ 8 പേരും പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളാണ്. അവരെക്കാൾ ശക്തിയാണ് അവർക്കൊപ്പമുള്ള ആ ഗ്രാനിക്വിൻ. ഫലത്തിൽ 9 പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളെയാണ് നേരിടേണ്ടത്. അതൊരു വല്ലാത്തൊരു ശക്തിയാണ്. ആ ശക്തിക്കെതിരെ പിടിച്ചു നിൽക്കാൻ തങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് അവിടെ എത്തിയിരിക്കുന്ന ഓരോ ടീമിനും അറിയാം. അതുകൊണ്ട് തന്നെ അവരൊക്കെ അങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ ഗ്രാനിക്വിനും കൂട്ടരും അകത്തേക്ക് നടന്നു തുടങ്ങി. ഈ സമയമായപ്പോൾ അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ഒരു ശക്തമായ കാറ്റടിക്കുന്നുണ്ട്, മിന്നലടിക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ആകെപ്പാടെ പ്രകൃതി മൊത്തം അങ്ങ് ചേഞ്ച് ആവുകയാണ്. ഈ ചേഞ്ച് എല്ലാം സംഭവിക്കുന്നത് ആ കിഴക്ക് ഭാഗത്താണ്. സൗത്ത് കിഴക്കിൽ ഈ സമയത്തും തികഞ്ഞ ശാന്തതയാണ്. ആ ശാന്തത കണ്ടതും ടാങ് മോ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നമുക്ക് തെറ്റിയില്ലല്ലോ അല്ലേ? അയക്കും അയാളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇപ്പൊ ആ കാഴ്ച കാണാം. കുറച്ചു മാറി ഇടത് ഭാഗത്തായി ശക്തമായ മഴ, അതിശക്തമായ ഇടിവെട്ട്, അതുപോലെ മിന്നൽ, ചെറിയ കാറ്റ്, എല്ലാം കൊണ്ട് പ്രകൃതി ആകെ അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണെന്ന് പ്രകൃതി ആളുകളോട് പറയാതെ പറയുകയാണ്. ടാങ് മോയുടെ സംശയം കേട്ടതും മീശ ടാങ് മോയോട് പറഞ്ഞു, ഏയ്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, എന്ത് സംഭവിക്കുമെന്ന് കാണാം. അങ്ങനെ മീശ തീർത്ത് പറഞ്ഞപ്പോൾ ടാങ് മോ നിശബ്ദനായി അവിടെ ഇരുന്നു. സമയം ഇങ്ങനെ പോവുകയാണ്. ഈ സമയത്ത് മറുഭാഗത്ത് ആ ഇടതു ഭാഗത്തായി വനത്തിനുള്ളിലേക്ക് ഗ്രാനിക്വിനും അവർക്കൊപ്പമുള്ള ടീമും കടന്നു കഴിഞ്ഞു. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുന്നിൽ അതിമനോഹരമായ ഒരു പ്രകാശം അവർ കാണുകയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശ വലയത്തിനുള്ളിലേക്കാണ് അവർ നടന്നെത്തിയത്. നേരത്തെ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന ആ മിന്നലുകൾ
അവിടെ ഒരു വലയം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാം. കണ്ണഞ്ചിക്കുന്ന ആ പ്രകാശ വലയത്തിനകത്തേക്ക് സകലരുടെയും ശ്രദ്ധയെത്തി. ഗ്രാനി ക്വിനും ടീമിനും ഒത്തിരി പുറകിലായി മരത്തിനിടയിലൂടെ പതുങ്ങി വരുന്ന ആ വിദേശങ്ങളിൽ നിന്നുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളൊക്കെ ആ കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ വൃത്തമാണ് ആ വനത്തിനകത്ത് കാണുന്നത്, പ്രകാശത്തിന്റെ ഒരു വൃത്തം. ആ വൃത്തം മുഴുവൻ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. അക്കാര്യത്തിൽ ആർക്കൊരു സംശയമില്ല. സകല ആളുകളും കണ്ണ് ചിമ്മാതെ ആ പ്രകാശ വലയത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വലയം ഒന്ന് അനങ്ങി. സ്വാഭാവികമായും ആ വലയത്തിനകത്തുണ്ടായിരുന്ന എൻ്റെ ചെടികളും ഒന്ന് അനങ്ങുകയാണ്. ശരിക്കും ആ വലയത്തിനകത്ത് മരങ്ങളുമുണ്ട്. ആ മരങ്ങളൊക്കെ ഒന്ന് അനങ്ങി. ആ മരങ്ങളുടെയും ആ ചെടികളുടെയും അതുപോലെ ആ പ്രകാശത്തിന്റെയും അനക്കം ശരിക്കും രസകരമായ ഒരു കാഴ്ച സൃഷ്ടിക്കുകയാണ്. പ്രകാശം ഒരു വൃത്തത്തിനുള്ളിൽ മാത്രമാണ് അനങ്ങുന്നത്. ബാക്കി ചുറ്റും ഏതാണ്ട് നിശ്ചലാവസ്ഥയിലാണ്. ആ ഭാഗം മാത്രം അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഒരു ഇരമ്പൽ കേട്ടു തുടങ്ങി. ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഭൂമിയിൽ ഒരു അപ്രതീക്ഷിതമായ ശബ്ദം ഉണ്ടാവും. അതേ ശൈലിയിൽ ഒരു മുഴക്കമാണ് ആ ഭാഗത്തേക്ക് അനുഭവപ്പെടുന്നത്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഇപ്പൊ പക്ഷേ ആ പ്രകാശത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ ശബ്ദമൊക്കെ അങ്ങ് ദൂരെ തെക്ക് കിഴക്കിരിക്കുന്ന മാർക്കും കൂട്ടറൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കിപ്പോ ആ കാടിനകത്തെ പ്രകാശം കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കാടിന് മുകളിൽ കാണുന്ന ആ ഇടിമിന്നലൊക്കെ അവർക്കും കാണാം. അങ്ങനെ അവരവിടെ നോക്കിയിരിക്കുമ്പോൾ ആ പ്രകാശ വൃത്തത്തിനകത്ത് പെട്ടെന്ന് കണ്ണഞ്ചിക്കുന്ന ഒരു മാറ്റം ഉണ്ടായി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒത്തിരി പ്രകാശം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നു. ആ പ്രകാശം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഗ്രാനിക്കിന്റെ കണ്ണ് ഇതുപോലെ അങ്ങനെ പൊങ്ങി പുറത്തേക്ക് വരികയാണ്. അവര് അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. താഴന്ന് അതിമനോഹരമായ ഒരു ചെടി പതുക്കെ പതുക്കെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരികയാണ്. ആ കാഴ്ച കണ്ടതും ഗ്രാനി ക്വിൻ ഒരൊറ്റ ജമ്പ്, ചെടിയുടെ അടുത്തേക്ക് ജമ്പ് ചെയ്ത ഗ്രാനി ക്വിൻ നിമിഷ നേരം കൊണ്ടാണ് ആ പൊങ്ങി വന്ന ചെടിയെ കയ്യിലാക്കുന്നത്. അതിമനോഹരമായ ഒരു ചെടി അവർ ഒറ്റ വലിക്ക് താഴെ നിന്ന് വലിച്ചെടുത്തു. നല്ല പൊക്കമുള്ള, ശരിക്കും പൂക്കളുള്ള, മനോഹരമായ ഇലകളുള്ള ഒരു കുഞ്ഞു ചെടി. ഏകദേശം 2 അടിയോളം പൊക്കമുള്ള ആ ചെടി കയ്യിലേക്ക് എടുത്ത ഗ്രാനി ക്വിൻ കൗതുകത്തോടെ ആ ചെടി അങ്ങനെ നോക്കുമ്പോൾ സകല മേഖലയിലും അതിൻ്റെതായ ഒരു ആഹ്ലാദമുണ്ട്. ശരിക്കും എല്ലാ മേഖലയിൽ നിന്നും പ്രകാശം ആ ചെടിയിലേക്ക് വീഴുന്നുണ്ട്. ഈ നിമിഷത്തിൽ മാസ്റ്റർ ഫാരഡെ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഗ്രാനി ക്വിൻ, ഞാൻ വാക്ക് പാലിച്ചു. എനിക്ക് എന്ത് സമ്മാനമാണ് അങ്ങ് നൽകുക? ഏയ് മാസ്റ്റർ ഫാരഡെ, നിങ്ങളെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പെർമനന്റ് ആയിട്ട് സ്റ്റാഫാക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വേണ്ടി ലോകത്തെ എല്ലായിടത്തും ഇതുപോലെ കണ്ടെത്തൽ നടത്താനുള്ള അവകാശം നിങ്ങൾക്ക് തരികയാണ്. അത് കേട്ടതും മാസ്റ്റർ ഫാരഡയുടെ മുഖത്ത് ഇഷ്ടംപോലെ സന്തോഷം വരികയാണ്. ശരിക്കും അയാൾക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇതാ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പാർട്ടായി മാറിയിരിക്കുന്നു. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് അങ്ങ് തലസ്ഥാനത്താണ്. ഇവിടെ പൈറോയുടെ ഏറ്റവും സൗത്ത് ഈസ്റ്റിലുള്ള സ്ഥലമാണ് ഈ ടാങ്ക് സിറ്റി. അവിടെയുള്ള ഒരു ചെറിയ ജ്യോതിഷി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കക്ഷി മാത്രമാണ് ഈ മാസ്റ്റർ ഫാരഡെ. അയക്കിതാ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കുന്നത്. ഫാരഡെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറയാം. പക്ഷെ ആ നിമിഷത്തിൽ ഗ്രാനി ക്വിനും ടീമിനും പുറകിൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന വിദേശത്തു നിന്നുള്ള മാർക്സിസ്റ്റുകൾപ്പെട്ട ഒരാള് ഉറക്കെ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഏയ് ഗ്രാനി ക്വിൻ, ആ ചെടിയുടെ ഇതളുകൾ ശ്രദ്ധിച്ചില്ലേ? അങ്ങനെ അയാൾ ചോദിച്ചതും ഗ്രാനി ക്വിൻ ആ ഇതളുകളിലേക്ക് നോക്കി. ആ ഇതളുകൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അവർ കണ്ടില്ല. ഏയ്, നിങ്ങൾ എന്താ ചോദിച്ചേ? ഗ്രാനി ക്വിൻ, ആ ഇതളുകൾ നോക്ക്, ഓരോ തണ്ടിന് ചുറ്റും 5 പെറ്റലല്ലേ ഉള്ളൂ. ഗ്രാനി ക്വിൻ അപ്പോഴാണ് ആ ചെടിയിൽ കാണുന്ന പൂക്കളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്. ആ ചെടിയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പക്ഷെ ഓരോ പൂവിനും 5 ഇതളുകളേ ഉള്ളൂ. അതെ, 5 ഇതളുകളേ ഉള്ളൂ. ഗ്രാനി ക്വിൻ, ഇത് ഡിവൈൻ ഹെർബാണ്. ഈ ഡിവൈൻ ഹെർബിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ 1000 കൊല്ലം കൂടുമ്പോഴുമാണ് അതിലെ പൂക്കൾക്ക് മാറ്റമുണ്ടാകുക. ഓരോ 1000 കൊല്ലം കൂടുമ്പോഴും അതിൽ ഓരോ പെറ്റൽ വീതം കൂടും. അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് 5000 ഇയർ ഓൾഡ് ഹെർബ് ആണെന്നാണ്. ശരിക്കും ആ മനുഷ്യൻ വളരെ വിശദമായി വിശകലനം നടത്തി അല്പം ദൂരെ നിന്നാണ് അത് പറഞ്ഞത്. ഗ്രാനി ക്വിന്റെ അടുത്തേക്ക് വരാതെ മരത്തിനിടയിൽ മറഞ്ഞു നിന്ന് ആ വിദേശത്തു നിന്നുള്ള ആൾ അങ്ങനെ പറഞ്ഞതും ഗ്രാനി ക്വിന്റെ കൂടെയുള്ള പർപ്പിൾ വേഷധാരികളിൽ ഒരാൾ ഗ്രാനി ക്വിനോട് പറഞ്ഞു, ഗ്രാനി ക്വിൻ, അയാൾ പറഞ്ഞത് ശരിയാണ്. ഈ ചെടിയുടെ എല്ലാ പൂക്കൾക്കും 5 ഇതളുകളേ ഉള്ളൂ.
ഇത് യഥാർത്ഥത്തിൽ 5000 ഇയർ ഓൾഡ് ഡിവൈൻ ഹെർബാണ്. ലഭിച്ചിരിക്കുന്നത് ഒരു ദൈവികമായ ചെടി തന്നെയാണ്. പക്ഷെ ആ ചെടിക്ക് 5000 വർഷത്തെ ആയുസ്സേ ഉള്ളൂ. 5000 വർഷം ആയുസ്സുള്ള ഡിവൈൻ ചെടികൾ ജിന്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വേറെ ഉണ്ട്. അതിനുവേണ്ടി ന്യൂ സെറസിൽ നിന്ന് ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ലല്ലോ എന്നൊരു ചിന്ത പെട്ടെന്ന് ഗ്രാനിക്കുന്റെ മനസ്സിലേക്കുണ്ടായി. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും ഗ്രാനിക്കുൻ തിരിഞ്ഞ് മാസ്റ്റർ ഫാരഡയോട് ചോദിച്ചു, ഏയ്, നിങ്ങളല്ലേ പറഞ്ഞത് 10,000 ഇയർ ഓൾഡ് ഹെർബ്സ് ഇവിടെ വിരിഞ്ഞു വരുമെന്ന്? പക്ഷെ ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് 5,000 ഇയർ ഓൾഡ് അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം? ഗ്രാനിക്കുൻ ഈ പ്രവചനം നടത്തിയ ആളുകൾക്ക് തെറ്റിയതാണെങ്കിലോ? ആ മേഖലയിൽ ഒരു ഡിവൈൻ ചെടി പൊങ്ങി വരാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനം നടത്തിയ ആളുകൾ 5000 വർഷം പഴക്കമുള്ള ചെടിക്ക് പകരം 10,000 ഇയർ ഓൾഡ് ഹെർബാണെന്ന് പറഞ്ഞു പോയതാണെങ്കിലോ? അങ്ങനെ ചോദ്യമാണ് മാസ്റ്റർ ഫാരഡെ ഉന്നയിച്ചത്. മാസ്റ്റർ ഫാരഡെ ഉന്നയിച്ച ചോദ്യത്തിൽ കഴമ്പുണ്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും തോന്നി. പ്രവചനം നടത്തിയ ആൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. ഇതിനു മുമ്പേ ആരും 10,000 ഇയർ ഓൾഡ് ഹെർബ് കണ്ടിട്ടില്ല. ചിലപ്പോ അയാൾ ഗണിച്ചതിൽ ഒരു തെറ്റ് പറ്റിയതാവും. എന്തായാലും അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു ചെടിയാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രാനിക്കുനും കൂട്ടർക്കും ഒത്തിരി സന്തോഷമായി. ഗ്രാനിക്കുനും കൂട്ടരും അവിടെ നിന്ന് തിരിച്ച് അവര് വന്ന വഴിയിലേക്ക് നടന്നു തുടങ്ങി. കുറെ ദൂരം നടന്നപ്പോ ഗ്രാനിക്കുൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മാർക്ക് ഫെല്ലറും ടീമുള്ള ഭാഗം വരെ ഒന്ന് പോകാം. മനസ്സിൽ ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് ഗ്രാനിക്കുൻ അങ്ങനെ പറഞ്ഞത്. ഗ്രാനിക്കുനും അവർക്കൊപ്പമുള്ള ടീമും മാർക്ക് ഫെല്ലറും ടീമും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഗ്രാനിക്കുനും ടീമും നടന്ന് മാർക്ക് ഫെല്ലറൊക്കെ ഇരിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ മാർക്ക് ഫെല്ലറും ആ ടീമും അങ്ങനെ തറയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഭാഗത്ത് അവരങ്ങനെ കണ്ടപ്പോൾ ഗ്രാനിക്കുന് ഒരേ ചിരി. ഗ്രാനിക്കുൻ മാർക്ക് ഫെല്ലർ നോക്കി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നിന്റെ ഈ ഇരിപ്പ് വെറുതെയാണ്. ഞങ്ങൾക്ക് ഇതാ ഹെർബ്സ് കിട്ടിക്കഴിഞ്ഞു. അത് കേട്ടതും മാർക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഹെർബ്സ് കിട്ടിയെന്നു? എന്തോ എനിക്ക് കൊണ്ട് വിശ്വാസം വരുന്നില്ല. മാർക്ക്, നീ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് കിട്ടിക്കാണില്ല. കിട്ടിയെങ്കിൽ ഓൾറെഡി നിങ്ങൾ അതിനെ കാണിച്ചിനെ. മാർക്ക് വീണ്ടും അങ്ങനെ പറഞ്ഞതും അവരെ കൈ ഒന്ന് നിവർത്തി. ആ നിമിഷത്തിൽ അവരുടെ ആ സ്പേഷ്യൽ നിലവറയിൽ നിന്ന് ആ ചെടി പുറത്തേക്ക് വന്നു. ഏകദേശം 2 അടി പൊക്കമുള്ള അനവധി പൂക്കളുള്ള ആ ചെടി അങ്ങനെ വായുവിൽ നിൽക്കുമ്പോൾ അതൊരു അസുലഭമായ കാഴ്ചയാണ്. ശരിക്കും മനോഹരമായ ഒരു കാഴ്ച. സുന്ദരമായ ഒരു ഡിവൈൻ ഹെർബാണ് ഇതാ ഗ്രാനിക്കുന്റെ കയ്യിലിരിക്കുന്നത്. ഗ്രാനിക്കുൻ ആ ചെടി അവരെ അങ്ങനെ കാണിച്ചപ്പോൾ മീശയും മാർക്കും ആ ചെടിയിലേക്ക് നോക്കി. മാർക്ക് ഗ്രാനിക്കുനോട് പറഞ്ഞു, ഇത് 5,000 ഇയർ ഓൾഡ് ഹെർബല്ലേ? ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ 3rd എൽഡറായ മാർക്ക് ഫെല്ലർക്ക് ഒരു ചെടിയുടെ പ്രായം തിരിച്ചറിയാൻ മറ്റാരുടെ സഹായവും വേണ്ട. അനവധി ഡിവൈൻ സസ്യങ്ങളെ മരുന്നുകളാക്കി മാറ്റിയിട്ടുള്ള കക്ഷിയാണല്ലോ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ഗ്രാനിക്കുൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ പ്രവചനം നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റും. അവര് പ്രവചിച്ചപ്പോൾ 10,000 ഇയർ ഓൾഡ് എന്നായിപ്പോയതാണ്. യഥാർത്ഥത്തിൽ 5,000 ഇയർ ഓൾഡ് ചെടിയെ ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ്. മാർക്കിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഗ്രാനിക്കുൻ ആ വാചകം കൂടി അങ്ങ് ചേർത്തു. പിന്നെ മാർക്ക്, മറക്കണ്ട, ഇന്നേക്ക് 15ാം ദിവസം നീയും ബ്ലാക്കും തമ്മിലുള്ള ആ ഫൈറ്റ് ഉണ്ട്, മറക്കരുത്. നിന്നെ ഞാൻ ന്യൂ സെറസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒളിച്ചോടിക്കളയരുത് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആ ഹെർബ് കൈക്കലാക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാതെ മാർക്ക് ഒളിച്ചോടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യരുതെന്നാണ് ഗ്രാനിക്കുൻ പറയാതെ പറയുന്നത്. ഗ്രാനിക്കുനും കൂട്ടരും യാത്രയായതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ നിഗമനം 100% ശരിയാണ്. നമ്മൾ എത്തിയ സ്ഥലമാണ് യഥാർത്ഥ സ്ഥലം. ഈ സമയത്ത് ടാങ്മോ ഒരിക്കൽ കൂടി ചോദിച്ചു, മാർക്ക്, നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണോ? ടാങ്മോ, നമുക്ക് കുറച്ചുകൂടി ഇരിക്കാം. മാർക്ക് ഫെല്ലറും ടാങ്മോയും ഷിയാവും മീശയും അവർക്ക് ചുറ്റുമുള്ള ആ 20 അംഗ മാർക്വിസ്റ്റുകളും അങ്ങനെ കാത്തിരിക്കുകയാണ്. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗ്രാനിക്കുനും ടീമും നഗരത്തിലെത്തുകയും അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. എയർപോർട്ടിൽ ആ ടീം എത്തുന്ന സമയത്ത് ഇവിടെ മാർക്ക് ഫെല്ലറും ടീമും ഇരിക്കുന്ന ഭാഗത്ത് പല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങി. പെട്ടെന്നാണ് അവരുടെ ചുറ്റുമുള്ള അന്തരീക്ഷം ഒന്ന് മാറിയത്. ഒരു ചെറിയ കാറ്റ്, അതാണ് ആദ്യം അവർക്ക് അനുഭവപ്പെട്ടത്. ഒരു ഇളം തെന്നൽ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു ചെറു കാറ്റ് അവരെങ്ങനെ തഴുകി പോവുകയാണ്.
പക്ഷെ ആ കാറ്റിന് നല്ല തണുപ്പ്. ഏതോ സ്ഥലത്ത് നന്നായി മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന സ്ഥലത്തുനിന്ന് വായു അവരുടെ ഭാഗത്തേക്ക് എത്തിയതാണ്. ആ തണുത്ത വായു അവരെ സ്പർശിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് അവർക്കൊക്കെ തോന്നിയത്. എല്ലാവരും ആ കാറ്റ് വന്ന ഭാഗത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ കാറ്റിൻ്റെ വേഗത കൂടിക്കൂടി വരികയാണ്. അതോടൊപ്പം തണുപ്പും കൂടുകയാണ്. ആ തണുത്ത കാറ്റ് ഇപ്പോ ആ എൻ്റെ മേഖലയും വ്യാപിച്ചു എന്ന് പറയാം. ശരിക്കും അനുസ്യൂതമായി ആ കാറ്റിങ്ങനെ അടിക്കുകയാണ്. ആ കാറ്റ് അവരെ കടന്ന് ആ പുൽമേട്ടിലേക്കും പുൽമേട്ടിൽ നിന്ന് അതിന് പുറകിലുള്ള മുളങ്കാട്ടിലേക്കും മുളങ്കാട്ടിൽ നിന്ന് അതിന് പുറകിലുള്ള വൻ മലയിലേക്കും ആ മലയിലുള്ള മരങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന അവർക്ക് വിസിബിൾ ആകുന്നുണ്ട്. കാരണം ആ ചെടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെ വിസിബിൾ ആകും. ശരിക്കും ഒരു നല്ല കാറ്റ് ഈ കരയിൽ നിന്ന് കാട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റ് ഈ കരയിൽ നിന്ന് അടിച്ചടിച്ച് അങ്ങ് മലയുടെ മുകളിലെത്തുമ്പോൾ ആ കാറ്റിനെ ഫോളോ ചെയ്ത് മാർക്കിൻ്റെയും കൂട്ടിലേക്ക് കണ്ണുകൾ പോവുകയാണ്. അവരുടെ കണ്ണുകൾ അങ്ങനെ ആ മലയുടെ മുകളിലേക്ക് എത്തിയപ്പോൾ ആ മലയുടെ മുകളിൽ തികച്ചും രസകരമായ ഒരു കാഴ്ച കണ്ടു. ആ കാറ്റ് മലയുടെ മുകളിൽ കൂടി മരങ്ങളുടെ മുകളിൽ എത്തിയതും അവിടെ മറുഭാഗത്തുനിന്ന് മേഘങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന ഒരു കാഴ്ച. ആ മേഘങ്ങൾക്ക് വല്ലാത്തൊരു കളർ. കൃത്യമായി പറഞ്ഞാൽ മഴവെല്ലിൻ്റെ ഒരു ശൈലിയിലുള്ള മേഘങ്ങളാണ് ആ മലയുടെ മറുഭാഗത്ത് താഴ്വരയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ആ മരങ്ങൾക്ക് മുകളിലേക്ക് ആ മഴമേഘങ്ങൾ പോലെ ആ മഴവിൽ മേഘങ്ങൾ അങ്ങനെ നിറഞ്ഞതും ആ മേഘങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് ആ മേഘങ്ങൾ ആ മരങ്ങൾക്ക് മുകളിലൂടെ വളർന്ന് ആ മുളങ്കാടിന് മുകളിലൂടെ പതുക്കെ പതുക്കെ ആ പുൽമേടിന്റെ മുകളിലേക്ക് എത്തി. ഇപ്പോ ആ പുൽമേടിന്റെ മുകളിൽ 7 നിറങ്ങളിലുള്ള മേഘങ്ങൾ അങ്ങനെ ഇടകലർന്ന് നിൽക്കുകയാണ്. ഈ സമയത്തും താഴ്ന്ന് ആ കാറ്റിങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. ആ കാറ്റടിക്കുമ്പോൾ താഴെയുള്ള ആ പുൽമേട് ഒന്ന് ചാഞ്ഞു ചാഞ്ഞു പോകുന്ന കാഴ്ച ശരിക്കും രസകരമായ ഒന്നാണ്. ഈ സമയത്ത് മുകളിൽ ഇഷ്ടംപോലെ മേഘങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞു. ആ മേഘങ്ങൾ ആ പുൽമേടിനെ മുഴുവൻ കവർ ചെയ്തതും പെട്ടെന്നാണ് ആ മേഘങ്ങൾ പരസ്പരം ഒന്ന് മുട്ടിത്തുടങ്ങിയത്. തികച്ചും രസകരമായ രീതിയിൽ ആ മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ അത് കൂട്ടിമുട്ടുന്നതും ഇടിയുടെ ശബ്ദമുണ്ടായി. ആ ഇടിയുടെ ശബ്ദം എയർപോർട്ടിൽ ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞിരുന്ന ഗ്രാനിക്വിനും കൂട്ടരും അങ്ങനെ തന്നെ കേട്ടു. ഗ്രാനിക്വിൻ പെട്ടെന്ന് ആ എയർപോർട്ടിന്റെ ജനാലയുടെ ഭാഗത്തേക്ക് വന്നു. അവർ എയർപോർട്ടിലെ 2ാമത്തെ നിലയിലാണ്. ജനാലയുടെ ഭാഗത്തേക്ക് വന്ന ഗ്രാനിക്വിൻ 2ാമത്തെ നിലയിൽ നിന്ന് ആ ഇടിവെട്ടിയ ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവര് ആ ദിശ ഗണിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അവർ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഇടിവെട്ടുകയാണ്. ഇടിവെട്ടുന്ന സമയത്ത് ശരിക്കും ശക്തമായി മിന്നുന്നത് കൊണ്ട് അവർക്ക് ആകാശത്തുള്ള വിവിധ നിറങ്ങളുള്ള മേഘങ്ങൾ കൃത്യമായി കാണാം. മഴവെല്ലിന്റെ നിറമുള്ള മേഘങ്ങൾ കൂട്ടിമുട്ടുന്നതും അവിടെ നിന്ന് കണ്ണഞ്ചിക്കുന്ന പ്രകാശം താഴേക്ക് പതിക്കുന്നതും അമ്പരപ്പോടെയാണ് ഗ്രാനിക്വിൻ കണ്ടത്. ആ കാഴ്ച കണ്ടത് ഗ്രാനിക്വിൻ അതിവേഗം അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഓടി തുടങ്ങി. ശരിക്കും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിരിക്കുന്ന ഗ്രാനിക്വിൻ താഴേക്ക് ഇറങ്ങി ഓടുന്ന കണ്ടതും അവർക്കൊപ്പമുള്ള ആ 8 പർപ്പിൾ ധാരികളും അതുപോലെ ആ മാസ്റ്റർ ഫാരഡേയും ഗ്രാനിക്വിനൊപ്പം താഴേക്ക് ഇറങ്ങി ഓടി. എന്താ ഗ്രാനിക്വിൻ? താഴേക്ക് ഇറങ്ങി ഓടുന്ന മാസ്റ്റർ ഫാരഡേ ഗ്രാനിക്വിനോട് ചോദിച്ചതും ഗ്രാനിക്വിൻ ഒന്ന് നിന്നിട്ട് അയാളോട് ചോദിച്ചു, ഏയ് നീ എന്നെ കബളിപ്പിച്ചു അല്ലേ? ഗ്രാനിക്വിൻ, ഞാൻ കബളിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഗ്രാനിക്വിന് പുറകെ ഓടുമ്പോൾ ഗ്രാനിക്വിൻ ആ സെക്യൂരിറ്റിക്കാരെയൊക്കെ തള്ളിയിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. എന്താന്ന് സെക്യൂരിറ്റിക്കാർ ചോദിക്കുന്നുണ്ട്. തൊട്ടു പുറകെ ആ ഫാരഡേയും അയാൾക്കൊപ്പമുള്ള ആ 8 പർപ്പിൾ ധാരികളും ഓടി പുറത്തെത്തി. ഈ ഭാഗത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് മാർക്ക് നിൽക്കുന്ന ഭാഗത്ത് ആ മിന്നലുകൾ താഴേക്ക് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മഴവിലിന്റെ നിറമുള്ള ആ മേഘങ്ങളിൽ നിന്ന് അതേപോലെ രസകരമായ കളറിൽ മിന്നലുകൾ താഴെ പതിക്കുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. മാർക്ക് ഫെല്ലറും ടീമും ഇരിക്കുന്ന ഭാഗത്തിനും ആ പുൽമേടിനും ഇടയിൽ അതാണ് ആ മിന്നലുകൾ ലക്ഷ്യമിടുന്ന സ്ഥലം. അവിടെ നമ്മൾ നേരത്തെ ആ കാടിനകത്ത് കണ്ടതുപോലെ ഒരു വൃത്തം രൂപം കൊണ്ടിരിക്കുകയാണ്. പ്രകാശം കൊണ്ട് ഒരു വൃത്തം. ആ വൃത്തത്തിനുള്ളിലേക്കാണ് സകല മിന്നലുകളും പതിക്കുന്നത്. ആ വൃത്തത്തിനുള്ളിലേക്ക് മിന്നൽ സർവശക്തിയും ചാർലീസ് ചെയ്യണം. അനുസ്യൂതമായി മിന്നലുകൾ ആ വൃത്തത്തിനുള്ളിലേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ വൃത്തത്തിനുള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ മിന്നലുകൾ. കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടുകൂടി ആ മിന്നലുകൾ ആ വൃത്തത്തിനകത്തേക്ക് തുടർച്ചയായി വീണുകൊണ്ടിരുന്നതും ആ
പ്രകാശ വലയത്തിനകത്ത് ശരിക്കും ഒരു ചുഴി പതുക്കെ രൂപപ്പെട്ടു. ശരിക്കും ഒരു പ്രകാശ ചുഴി എന്ന് പറയാം. ആ ചുഴി പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ആ പ്രകാശം അങ്ങനെ മൂവ് ചെയ്ത് പതുക്കെ കറങ്ങി മുകളിലോട്ട് പോയി ആ മേഘത്തിനകത്തേക്ക് പോവുകയാണ്. സ്വല്പം സമയം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ നിന്ന് ആ മഴവിൽ നിറമുള്ള മേഘങ്ങൾക്കിടയിലേക്ക് ശരിക്കും ഒരു സ്തൂപം ഉണ്ടായതുപോലെ ആർക്കും തോന്നും. കാരണം ആ പ്രകാശത്തിന്റെ ചുഴി ഇങ്ങനെ കറങ്ങി കറക്റ്റായിട്ട് ആ മേഘത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് അനുസ്യൂതമായിട്ട് മുകളിൽ നിന്ന് മിന്നൽ അപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും ബാക്കി ആളുകളൊക്കെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കേ. ഇപ്പോ മീശ അങ്ങനെ പറയുമ്പോഴേക്കും താഴെ ആ വലയത്തിന്റെ ഒത്ത നടക്കുന്ന കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം പെട്ടെന്ന് മുകളിലേക്ക് വന്നു. ശരിക്കും ഒരു പ്രകാശ വലയത്തിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ ആ സ്തൂപം പോലെ നിൽക്കുന്ന പ്രകാശ സ്തൂപത്തിനകത്ത് താഴെ നിന്ന് കണ്ണ് മഞ്ഞുന്ന ശൈലിയിൽ ഒരു പ്രകാശം മുകളിലേക്ക് വരികയാണ്. ആ പ്രകാശം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ആ പ്രകാശത്തിൽ സകലർക്കും ആ കാഴ്ച വിസിബിൾ ആണ്. ഒരു മനോഹരമായ പർപ്പിൾ നിറത്തിലുള്ള പൂക്കളുള്ള ഒരു ചെടി ഇതാ പൊങ്ങി വരികയാണ്. ആ കാഴ്ച കണ്ടതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പോയെടുക്കത്. കേൾക്കേണ്ട താമസം മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചതും തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ആ പുൽമേടുകൾക്കിടയിൽ നിന്നും അതുപോലെ മാർക്കിരിക്കുന്ന സ്ഥലത്തിനും പുൽമേടുകൾക്ക് ഇടയിലുമുള്ള സ്ഥലത്തു നോക്കി പെട്ടെന്നാണ് ആളുകൾ ചാടി ഉയർന്നത്. മാർക്ക് ഫെല്ലറും ടീമും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ആളുകൾ എത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ശൈലിയിൽ അനവധി ആളുകൾ മുന്നോട്ട് ചാടി ഉയരുകയാണ്. മാർക്ക് ഫെല്ലറും ടീമും കഴിഞ്ഞ 4-5 മണിക്കൂറായി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തൊന്നും അവർ ആ ഭാഗം സ്കാൻ ചെയ്തിരുന്നില്ല. അവിടെ സ്കാനിങ് ഒക്കെ പുറകോട്ട് ഗ്രാനിക്കുന്നും ടീമും നിൽക്കുന്ന ഭാഗത്തേക്കായിരുന്നു. ഇത് അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ പുൽമേടിനും മാർക്ക് ഫെല്ലറുടെ ടീമിനും ഇടയിൽ ആ മാർഷൽ ആർട്ടിസ്റ്റുകൾ ചാടി വീണതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച മാർക്കിന്റെ മുന്നിലേക്ക് ഒരു മാർക്കസ് ഓടി വരികയാണ്. അവന്റെ ലക്ഷ്യം ആ മുന്നിലുള്ള വൃത്തമാണ്. മാർക്കിന്റെ മുന്നിലേക്ക് അവൻ ഓടി കയറിയതും മാർക്ക് ഫെല്ലർ കൈ നിമിത്തി ഒരു അച്ഛ ഇടി. ആ ഇടി ആ മാർക്കസിന്റെ തലയിൽ പതിച്ചതും അയാളുടെ തല ചിതറുകയാണ്. ആ കാഴ്ച അവസാനിക്കുന്നതിന് മുമ്പേ മാർക്കിന്റെ ഇടതു ഭാഗത്ത് വേറൊരാൾ ചാടി കയറിയിരുന്നു. അയാൾ ഒരു മാർക്കസാണ്. അയാളുടെ ലക്ഷ്യം ആ പൂവാണ്. അയാളുടെ മാർക്ക് തല ഇടത് കൈ കൊണ്ടുള്ള ഒറ്റ ഇടി. അയാളുടെ താടിയിലെ മാർക്കിന് ഇടിയേക്കുന്നത്. ആ ഇടിയേറ്റ് അയാൾ ഇങ്ങനെ പൊങ്ങി അങ്ങ് പറന്നു പോകുമ്പോൾ വേറെയും ആളുകൾ മാർക്കിന് മുന്നിലേക്ക് ഓടി വരികയാണ്. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫെല്ലർ ടാങ്മോയോട് പറഞ്ഞു, ടാങ്മോ. ആ വിളിയുടെ അർത്ഥം ടാങ്മോയ്ക്ക് മനസ്സിലായി. ടാങ്മോ ആ നിമിഷം തന്നെ അയാളുടെ മാർക്കസുകൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അതേ നിമിഷത്തിൽ മീശയും ടാങ്മോയും അതുപോലെ ഷിയാവും മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ടീം എതിർഭാഗത്തുണ്ടെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ആ ടീം മുന്നോട്ട് കുതിച്ചതും പല ഭാഗത്തു നിന്നായി മാർക്കസുകൾ ഒന്നടങ്കം ആ വൃത്തത്തിനെ കുതിക്കുകയാണ്. മാർക്കസുകൾ തന്നെ പല ലെവലിലുള്ള ആളുകളുണ്ട്. ആ മുന്നോട്ട് ഓടി വരുന്ന ആളുകൾ അതിവേഗതയിൽ മാർക്കിന് നേരെ കുതിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരാരും മാർക്കിന് നേരെ കുതിക്കുന്നു. അവരുടെ എല്ലാ ലക്ഷ്യം ആ നടക്കുള്ള ആ ചെടിയാണ്. മാർക്കിന്റെ ടാർഗറ്റ് അവിടേക്കാണ്. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുമ്പോൾ മാർക്കിന്റെ തൊട്ടടുത്ത് ഷിയാവു എത്തിക്കഴിഞ്ഞു. ഷിയാവു മാർക്കിന്റെ ഇടതുവശത്ത് വന്ന ഒരാളെ ഈ നിമിഷം ഒരൊറ്റ ഇടിക്ക് തെറിപ്പിക്കുന്ന കാഴ്ച പുറകെ വന്ന മീശ കണ്ടു. ഇതേ സമയത്ത് തന്നെ ടാങ്മോയും ഓടിയെത്തുകയാണ്. ടാങ്മോയും ഒരു മാർക്കസാണ്. മാർക്കസായ ടാങ്മോയും തന്റെ നേരെ പാഞ്ഞു വരുന്ന ഒരാളെ നേരിടുമ്പോഴത്തേക്കും മാർക്ക് 3-4 ആളുകളെ ഇടിച്ച് തെറിപ്പിച്ചു കഴിഞ്ഞു. മാർക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ പെട്ടെന്നാണ് മാർക്കിന്റെ കാലിൽ ഒരു വള്ളി ചുറ്റുന്നത്. ഒരു വള്ളിയല്ല, 1000 വള്ളി എന്ന് പറയാം. ശരിക്കും ഒരു വള്ളി വെച്ച് മാർക്കിനെ ആരോ പിടിച്ചു കെട്ടിയതാണ്. മാർക്കിന്റെ കാലിലേക്ക് ആ വള്ളി പിടിച്ചു കെട്ടപ്പെട്ടതും മാർക്കിന് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. പക്ഷെ ആ നിമിഷത്ത് മീശയുടെ വലത് കയ്യിലിരുന്ന ഒരു സാധനം വലിച്ചെറിയുന്നത് ശരിക്കും ഒരു കത്തി പോലെ സാധനം മാർക്കിന്റെ കാലുകൾക്ക് നേരെ പാഞ്ഞു വരുന്നതും മാർക്കിന്റെ കാലിൽ കെട്ടിയിരുന്ന ആ വള്ളികൾ ഒന്നും കെട്ടിയത് അങ്ങ് പോവുകയാണ്. ശരിക്കും ഇതൊക്കെ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. ഈ സമയത്ത് മീശ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ കാലുകളെ കെട്ടപ്പെട്ട ആ വള്ളി ഒന്നൊന്നായി കട്ട് ചെയ്ത് മുന്നോട്ട് പോയതും മാർക്ക് മുന്നോട്ട് കുതിച്ചു. പക്ഷെ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. മാർക്കിന് മുന്നേ ഒരാള് മാർക്കിനെ ക്രോസ് ചെയ്തു. മാർക്കിന്റെ കാലുകൾ ആ കെട്ട് വീണപ്പോ മാർക്ക് ഒരു നിമിഷം സ്തംഭിച്ചു വരുന്നു. മാർക്കിന്റെ ആ കെട്ടുകൾ കട്ട് ചെയ്യുന്ന ആ നിമിഷം കൊണ്ട് മാർക്കിനെ ഇടതുവശത്തു കൂടി ഒരാൾ ഓവർടേക്ക് ചെയ്തു. അയാൾ മാർക്കിന് മുന്നിലൂടെ മുന്നോട്ട് കുതിക്കുകയും ഒറ്റ കുതിപ്പിൽ അയാൾ ആ പ്രകാശ വലയത്തിനകത്തുള്ള ആ ചെടി കയ്യിലെടുക്കുകയും ചെയ്തു. അയാൾ ആ ചെടി കയ്യിലെടുത്തതും എൻറ്റയർ ജനവും സ്ട്രക്കായി.
ആ ചെടിക്ക് വേണ്ടിയാണല്ലോ സകല യുദ്ധവും നടക്കുന്നത്. സകലരും അമ്പരപ്പോടെ സ്ട്രക്കായി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ മനുഷ്യനെ കണ്ടു. ഹെക്ടർ, നീ വീണ്ടും? മാർക്ക്, നീ കരുതി നിനക്ക് മാത്രമേ ഇത് പറ്റുള്ളൂന്നല്ലേ? മാർക്ക്, നീ ഗണിച്ചതുപോലെ ഗണിക്കാൻ എനിക്കും പറ്റും. ഹെക്ടർ ചെങ് ഒരുക്കിയിരിക്കുന്ന ഒരു വലയത്തിനുള്ളിലാണ് ഇപ്പൊ മാർക്ക് ഫെല്ലറും ടീമും വന്നു പെട്ടിരിക്കുന്നത്. ഹെക്ടർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇനി ഈ ചെടിയെക്കുറിച്ച് ആലോചിക്കണ്ട. അങ്ങനെ ഹെക്ടർ പറഞ്ഞതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. മാർക്ക് ഹെക്ടർക്ക് നേരെ ആഞ്ഞിടിച്ചതും ആ കൈ ഹെക്ടറുടെ ബോഡിയിലൂടെ അങ്ങ് പാഞ്ഞു പോവുകയാണ്. ശരിക്കും ഹെക്ടറുടെ ബോഡി അവിടെ ഒരു തോന്നൽ മാത്രമാണ്. ഹെക്ടർ അവന്റെ മാന്ത്രിക ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തേക്ക് മറഞ്ഞതാണ്. ഹെക്ടറുടെ ബോഡിയിലൂടെ മാർക്കിന്റെ കൈ അങ്ങ് കടന്നു പോയതും ഹെക്ടർ അപ്രത്യക്ഷമാവുകയാണ്. മാർക്ക് ആകെ പെട്ടതുപോലെയായി. മാർക്കിന് 10,000 ഇയർ ഓൾഡ് ഹെൽപ്സ് കിട്ടിയേ പറ്റൂ എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. എന്ത് ചെയ്യണമെന്നറിയാതെ മാർക്ക് അമ്പരപ്പോടെ മാഞ്ഞു പോകുന്ന ഹെക്ടർ നോക്കുമ്പോൾ ഹെക്ടർ വീണ്ടും അവിടെ പതുക്കെ പതുക്കെ പ്രത്യക്ഷനായി തുടങ്ങി. ഹെക്ടറുടെ ബോഡി ഇതാ മാർക്കിന് മുന്നിൽ പിന്നെയും പ്രത്യക്ഷമാവുകയാണ്. ഇപ്പോ അമ്പരം നിൽക്കുന്ന ഹെക്ടറാണ്. ഹെക്ടർ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ മീശ ഹെക്ടറോട് പറഞ്ഞു, ഈ ഗെയിം നിനക്ക് മാത്രമല്ല അറിയാവുന്നത്. ശരിക്കും ഒരു ഡിവൈൻ ശൈലിയിലുള്ള സ്പെഷ്യൽ മാജിക് ആക്ടിവിറ്റി ഉപയോഗിച്ചാണ് ഓരോ സമയത്തും ഹെക്ടർ മാർക്കിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. ആ ആക്ടിവിറ്റി ഇതാ മീശ തടുത്തിരിക്കുകയാണ്. മീശ യഥാർത്ഥത്തിൽ ഹെക്ടർക്ക് ചുറ്റുമായി അതിവേഗതയിൽ ഒരു വലയം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹെക്ടർ ചുറ്റും നോക്കുമ്പോൾ ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ശക്തമായ ഒരു വലയം ആകാശം പോലും കവർ ചെയ്തുകൊണ്ട് മീശ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു മാജിക്കൽ കവർ. ഹെക്ടർ ആ കവറിനകത്ത് പെട്ടു എന്ന് കണ്ടതും മാർക്ക് ഫെല്ലർ ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ എടുക്കത്. ഹെക്ടർ അങ്ങനെ നോക്കുമ്പോഴേക്കും മാർക്കിന്റെ വലത് ഭാഗത്തേക്കുന്ന ചാങ് മോ അയാളുടെ വലത് കൈ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നു. ആ വലത് കൈ മുന്നോട്ട് കൊണ്ടുവന്നതും ആ വലത് കൈയിൽ ഒരു വിശറി പ്രത്യക്ഷപ്പെടുകയാണ്. ആ വിശറി കണ്ടതും ഹെക്ടർ ഒന്ന് നടുങ്ങി. അതൊരു മാർഷൽ സെയിന്റ് വെപ്പണാണ്. മാർഷൽ സെയിന്റ് വെപ്പണ് മുന്നിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം ഹെക്ടർ ടെങ്ങിന് നന്നായിട്ട് അറിയാം. ഹെക്ടർ ആ വെപ്പണിലേക്ക് നോക്കുകയും മാർക്ക് ഫെല്ലർ ഹെക്ടറോട് പറഞ്ഞു, എടുക്ക്. തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം ഈ നിമിഷത്തിൽ ഹെക്ടർ ടെങ് തിരിച്ചറിയുന്നുണ്ട്. ഹെക്ടർ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ആ ചെടി വലിച്ച് ഒരൊറ്റയേറി. ആ ചെടി നേരെ മാർക്കിന്റെ കയ്യിലേക്ക് വന്നു വീണു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഹെക്ടറോട് ചോദിച്ചു, ഹെക്ടർ, ഒരു കാര്യം കൂടി, നീ അവളെ എന്താ ചെയ്തത്? മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആ ലേഡിയെ ആ ദ്വീപിൽ വെച്ച് ഒരു പ്രത്യേക ആക്ഷൻ വഴി ഹെക്ടർ നിശ്ചലാക്കിയിട്ട് ഇപ്പൊ വർഷം 1.5 കഴിഞ്ഞിരിക്കുകയാണ്. മാർക്ക് വീണ്ടും ആ ചോദ്യം ചോദിച്ചതും ഹെക്ടർ അവനോട് പറഞ്ഞു, മാർക്ക്, ഒരു ഡീമൺ സ്പിരിറ്റ് ഉപയോഗിച്ചാണ് ഞാൻ അവളെ അങ്ങനെ ആക്കിയത്. നിനക്ക് അതുപോലെ ഒരു ഡീമൺ സ്പിരിറ്റ് സംഘടിപ്പിക്കാൻ പറ്റിയാൽ അവളെ തിരിച്ചു പിടിക്കാം. അങ്ങനെ ഹെക്ടർ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഹെക്ടർ, എന്നാലും നിന്നെ ഞാൻ തീർക്കാൻ പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഹെക്ടർ ഒന്ന് ചാടാൻ ശ്രമിച്ചു. ഹെക്ടർ ചാടാൻ ശ്രമിച്ചതും ചാങ് മോ അയാളുടെ ആ വിശറി ഒന്ന് അരക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആകാശത്തേക്ക് ചാടി ഉയരാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഹെക്ടർ നടത്തിയത്. പക്ഷെ ആ നിമിഷത്തിൽ ആ വിശറിയിൽ നിന്ന് അതിശക്തമായ ഒരു ഫോഴ്സ്, ഒരു കാറ്റ്, ഒരു പ്രകാശത്തോടൊപ്പം ഹെക്ടറുടെ ബോഡിക്ക് നേരെ പാഞ്ഞു ചെന്നു. ആ നിമിഷത്തിൽ ഹെക്ടറുടെ ബോഡിയുടെ പകുതി ഭാഗം അങ്ങനെ അറ്റങ്ങ് പോവുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഹെക്ടർ തന്റെ ബോഡി ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് കറുത്ത പുകയായി മാറി. കറുത്ത പുകയായി മാറുക എന്ന് പറഞ്ഞാൽ ഹെക്ടർ ആ നിമിഷത്തിൽ അയാളുടെ ബോഡിയിലുള്ള ആ മറ്റേയാൾക്ക് കൈമാറിയെന്നാണ്. അത് മനസ്സിലായ മാർക്ക് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ മാന്ത്രിക സ്പെല്ല് ഉപയോഗിച്ച് മുന്നോട്ട് കുതിക്കാനായി ഒരു ശ്രമം നടത്തിയതും മീശ മാർക്കിന്റെ കൈ കയറി പിടിച്ചു. മാർക്ക്, മീശ വിളിച്ചതും മാർക്ക് നിന്നു. ആ നിമിഷത്തിൽ മാർക്കിന് പെട്ടെന്ന് അത് ഫീൽ ചെയ്തു. ആ ഭാഗത്തേക്ക് അതിശക്തരായ ഇന്റേണൽ എനർജിയുള്ള ആരൊക്കെയോ വരികയാണ്. ഗ്രാനി ക്യുന്നും കൂട്ടരും തിരിച്ചു വരികയാണ്. മാർക്ക് ഫെല്ലർക്ക് അപ്പത്തൊരു കാര്യം മനസ്സിലായി. അത് മനസ്സിലായും മാർക്ക് ഉറക്കെ ആകാശത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, ഹെക്ടർ, ഈ പ്രാവശ്യവും നീ രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും ചാങ് മോയും അയാൾക്കൊപ്പമുള്ള ആ 20 അംഗ സേനയും അതിവേഗം അവർ വന്ന സ്ഥലത്തേക്ക് ഓടി. അവരുടെ വാഹനങ്ങൾ ഒതുക്കിയിരിക്കുന്ന ഭാഗത്തേക്കാണ് അവർ ഓടിച്ചെന്നത്. ഈ സമയത്ത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിരുന്ന ഗ്രാനി ക്വിൻ ദേഷ്യം കൊണ്ട് ചുവന്ന് കൈ ഉയർത്തി ഒരൊറ്റ ഇടി തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന ആ മാസ്റ്റർ ഫാരഡയ്ക്ക് കൊടുത്തിരുന്നു. ആ ഇടിയിൽ അയാൾ അങ്ങ് ചിതറി. ശരിക്കും അയാളുടെ തല ഒറ്റ ഇടിക്ക് ഗ്രാനി ക്വിൻ ഇടിച്ച് പൊട്ടിക്കായിരുന്നു.
ആ തല ഇടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഗ്രാനി ക്വീൻ അവർക്കൊപ്പമുള്ള 8-അംഗ സേനയുമായി അതിവേഗം മാർക്ക് ഫെല്ലറും ടീമും ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ വിശദമായി. അവിടെ ഒരു യുദ്ധം നടന്നതിന്റെ സകല ലക്ഷണങ്ങളുമുണ്ട്. അനവധി മാർക്സിസ്റ്റുകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അവിടെ അതിഭീകരമായ ഒരു ഫൈറ്റ് നടന്നിരിക്കുന്നു. അത് മാത്രമല്ല, വൃത്താകൃതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ തീക്കുണ്ടം ഇപ്പോ വിസിബിൾ ആണ്. അതേ ശൈലിയിൽ ഒരു തീക്കുണ്ടം നേരത്തെ ഗ്രാനി ക്വീനും കണ്ടതാണ്. അവിടെ ആ അപൂർവമായ സസ്യം ജനിച്ചു കാണും. ഗ്രാനി ക്വീന് ആരും കഥ പറയാത്തതിനെ കഥ മനസ്സിലായി. ഗ്രാനി ക്വീൻ അവളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർക്ക് ആ ചെടി ഇവിടുന്ന് കിട്ടിക്കാണും. ഒരു കാരണവശാലും അവനത് ഉപയോഗിക്കാൻ ഇടവരുത്. നമുക്ക് അവനെ ഫോളോ ചെയ്യണം. ഗ്രാനി ക്വീൻ അങ്ങനെ പറഞ്ഞതും ഗ്രാനി ക്വീനിനൊപ്പമുള്ള ആ പർപ്പിൾ വേഷധാരികൾ അവിടെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത അവർക്ക് മാർക്ക് ഫെല്ലറുടെ ഓറ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ ഓറ ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഗ്രാനി ക്വീനും ഒരു പീക്ക് ലെവൽ മാർക്സിസ്റ്റ് ആണ്. അവർക്കും മാർക്ക് ഫെല്ലറെയും അവർക്ക് കൂടെയുള്ള ആളുകളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഓറ പോയ ദിക്കിലേക്ക് ആ എൻറ്റയർ ടീമും തിരിച്ചു. ശരിക്കും ഒരു ജീവൻ വന്ന പോരാട്ടം അവിടെ ആരംഭിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ചു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.